Hello guys, this is Sanika. Welcome to my channel. Okay, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ വേണ്ടി പോകുന്നത് ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് CMA ഇൻ്റർമീഡിയറ്റ് ഗ്രൂപ്പ് 2 ഓപ്പറേഷൻ മാനേജ്മെൻറ്റ് പേപ്പറിൻ്റെ സ്റ്റഡി നോട്ട് 2 ആയിട്ടുള്ള ഓപ്പറേഷൻസ് പ്ലാനിംഗ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് തന്നെ പറഞ്ഞിരിക്കുന്നത് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ഫോർകാസ്റ്റിംഗ് എന്താണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാവുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ ഫ്യൂച്ചറിലേക്ക് ഒന്ന് എത്തി നോക്കുക, അല്ലെങ്കിൽ പീപ്പിംഗ് ഇൻ ടു ദ ഫ്യൂച്ചർ ഓഫ് ദ ബിസിനസ് എന്നുള്ളതാണ് ഫോർകാസ്റ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് സ്റ്റാൻഡേർഡ്സൊക്കെ വെച്ച് ഒരു പഠനം നടത്തി നമ്മൾ മനസ്സിലാക്കുന്നു. എന്തായിരിക്കും സെയിൽസിലൊക്കെ എന്ത് ചേഞ്ചാണ് വരുന്നത്, നമ്മുടെ ഇപ്പോഴത്തെ പ്രോഡക്റ്റ് ഏത് രീതിയിലായിരിക്കും ഫ്യൂച്ചറിൽ കസ്റ്റമേഴ്സ് പരിഗണിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ആ കസ്റ്റമേഴ്സ് അതിനോട് റിയാക്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. ആരാണ്? നമ്മുടെ മാനേജേഴ്സ്, ഓപ്പറേഷൻസ് മാനേജേഴ്സ്. അത് ബേസ്ഡ് ആയിട്ട് നമ്മുടെ പ്രോഡക്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ചേഞ്ച് വരുത്തുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റങ്ങൾ നമ്മുടെ ബിസിനസ്സിൻ്റെ ഭാഗത്തുനിന്ന് വരുത്താനുണ്ടെങ്കിൽ അത് വരുത്തുന്നു. അങ്ങനെ നമ്മുടെ സെയിൽസ് കൂട്ടാൻ, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനുള്ള മെഷേഴ്സ് എടുക്കുന്നതിന് വേണ്ടിയാണ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. അത് തന്നെയാണ് ഈ ഫുൾ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്ലെയിൻ ചെയ്ത് കുറേ സാഹചര്യങ്ങളൊക്കെ ആയിട്ട് മാറി മാറി വീണ്ടും വീണ്ടും പറഞ്ഞിട്ടുണ്ട് എന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മാർക്കറ്റിംഗ് മാനേജേഴ്സ് ആണെങ്കിൽ സെയിൽസ് കൂട്ടാൻ വേണ്ടിയാണ് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. നമ്മുടെ എത്ര സെയിൽസ് കൂട്ടണം എന്നുള്ളത് ഒക്കെ ഈ മാർക്കറ്റിംഗ് മാനേജേഴ്സ് പ്ലാൻ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ് കൂടുതലും സെയിൽസ് കൂട്ടാൻ വേണ്ടി ഈ ഫോർകാസ്റ്റിംഗ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഫോർകാസ്റ്റിംഗ് എന്താണെന്ന് മാത്രം അറിഞ്ഞാൽ മതി. ദെൻ നെക്സ്റ്റ് പേജിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിങ്ങിൻ്റെ പീരീഡിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോർകാസ്റ്റിങ്ങിനെ നമുക്ക് പീരീഡിൻ്റെ അതിൻ്റെ ഒരു ടൈം ബേസിസിൽ 3ആയി ക്ലാസിഫൈ ചെയ്യാം. ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ്, മിഡിൽ ടൈം ഫോർകാസ്റ്റിംഗ് ആൻഡ് ലോങ് ടൈം ഫോർകാസ്റ്റിംഗ്, ഓർ ഷോർട്ട് റേഞ്ച് ഫോർകാസ്റ്റിംഗ്, മിഡിൽ റേഞ്ച് ഫോർകാസ്റ്റിംഗ് ആൻഡ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ്. ഇതിൽ ഷോർട്ട് റേഞ്ച് ആണ് എങ്കിൽ ഒരു കുറച്ച് വീക്സ് അല്ലെങ്കിൽ ഒരു കപ്പിൾ ഓഫ് മന്ത്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് വരുന്ന പീരീഡ്. ആൻഡ് മിഡിൽ റേഞ്ച് ആണ് എങ്കിൽ ഒരു 3 to 6 months ആയിരിക്കും വരുന്നത്. ലോങ് റേഞ്ച് ആണ് എങ്കിൽ ഇയേഴ്സ് ആണ് വരുന്നത്, ഒരു വർഷത്തിൽ കൂടുതലൊക്കെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിങ്ങിൻ്റെ നോർമലി അതൊരു 5 years അല്ലെങ്കിൽ 5 years ആണ് വരുന്നത് ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ്. അത് ചിലപ്പം 10 to 15 years വരാൻ വേണ്ടി സാധ്യതയുണ്ട്. അതിൻ്റെ പർപ്പസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് സെയിൽസിൽ നിന്ന് എത്ര ക്യാഷ് ഫ്ലോ നമുക്കുണ്ടാകുമെന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. അതുപോലെ എത്ര മാൻ പവർ നമുക്ക് ഫ്യൂച്ചറിൽ വേണ്ടി വരുമെന്നുള്ളത് പ്ലാൻ ചെയ്യുക. എത്ര മെറ്റീരിയൽസ് ആവശ്യമായി വരുമെന്നുള്ളത് പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡീറ്റെയിൽസ് എല്ലാം പ്ലാൻ ചെയ്യുക. ഇത്രയാണ് ലോങ് റേഞ്ച് ഫോർകാസ്റ്റിൻ്റെ പർപ്പസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിംഗ് ആണ് പറയുന്നത്. മീഡിയം റേഞ്ച് ഫോർകാസ്റ്റിങ്ങിൻ്റെ ടൈം പീരീഡ് വരുന്നത് 1 to 2 years ആണ് വരുന്നത്. അതിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്പെൻസസിനെ കൺട്രോൾ ചെയ്യുക, അല്ലെങ്കിൽ ബഡ്ജറ്ററി കൺട്രോളും ആണ് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത് പറയുന്നത് ഡിവിഡൻഡ് പോളിസി, ഡിവിഡൻഡ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം, എത്ര ഡിവിഡൻഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് മുതലായ കാര്യങ്ങൾ. ദെൻ തേർഡ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര മെയിൻ്റനൻസ് എക്സ്പെൻസസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുള്ള മെയിൻ്റനൻസ് എക്സ്പെൻസസിനെ മാക്സിമം കുറയ്ക്കുക, മാക്സിമം കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് തേർഡ് പറഞ്ഞിരിക്കുന്നത്. ഫോർത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള ഓപ്പറേഷൻസിനെ ഷെഡ്യൂൾ ചെയ്യുക. എന്തൊക്കെ ഓപ്പറേഷൻസ് ആണ് ചെയ്യേണ്ടത് അതിനെ കൃത്യമായി ഷെഡ്യൂൾ ചെയ്യുക. ആൻഡ് ഫിഫ്ത്ത് പോയിൻ്റ് ഈസ് നമ്മൾക്ക് ആവശ്യമുള്ള എത്ര കപ്പാസിറ്റി വേണം, ആ കപ്പാസിറ്റിനെ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ഷോർട്ട് ടൈം ഫോർകാസ്റ്റിംഗ് വിച്ച് എക്സ്റ്റെൻഡ് ഫ്രം ഫ്യൂ ഇയേഴ്സ് ടു 3 or 6 months ആൻഡ് ദ ഫോളോയിങ് ആർ ദ പർപ്പസസ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ഫോർകാസ്റ്റിങ്ങിൻ്റെ കാര്യമാണ് പറയുന്നത്. അതിൻ്റെ ഒരു ടൈം റേഞ്ച് വരുന്നത് ഫ്യൂ വീക്സ് തൊട്ട് കുറച്ചൊരു 3 to 5 months വരെ, 3 to 6 months വരെയൊക്കെ വരാം. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ആദ്യമേ തന്നെ
ഇൻവെൻട്രി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് എന്തോരമാണ് എന്നുള്ളത് എസ്റ്റിമേറ്റ് ചെയ്യുക. രണ്ടാമത് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഫിനിഷ്ഡ് ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കുക. തേർഡ് വൺ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെഷീൻസ് അല്ലെങ്കിൽ നമ്മുടെ വർക്കേഴ്സിന് ഒരു ഓവർലോഡ് വരാത്ത രീതിയിൽ പ്രൊഡക്ഷൻ നടത്താനുള്ള പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുക. ഫോർത്ത് വൺ ഈസ് വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണം എന്നുള്ളത് കണ്ടുപിടിക്കുക. ആൻഡ് അഞ്ചാമത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യേണ്ട പ്രൊഡക്ഷൻ്റെ പർപ്പസ് അല്ലെങ്കിൽ ആ പ്രൊഡക്ഷൻ്റെ അകത്ത് വരുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് സെറ്റപ്പ് ചെയ്യുക. ദെൻ സിക്സ്ത് വൺ ഈസ് ഫിക്സ് സെയിൽസ് കോട്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സെയിൽസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. സെവൻത്ത് വൺ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഓവർ ടൈം ഒക്കെ യൂസ് ചെയ്യേണ്ടി വരും. നമുക്ക് ടൈം തികയോ ഇല്ലയോ എന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് ടൈം തികയില്ല എങ്കിൽ അതിന് ഓവർ ടൈം എടുക്കണം. ആ ഓവർ ടൈം എങ്ങനെ എന്തോരം വേണം എന്നുള്ളതിനെക്കുറിച്ച് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവരി വൺ ഹൂ യൂസ് ദ ഫോർകാസ്റ്റ് ഫോർ വൺ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫോർകാസ്റ്റിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ആക്യുറേറ്റ് ആയിരിക്കണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നമുക്ക് എന്താ പറയുക, ഒരു പ്രവചനം കറക്റ്റ് ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരാം. ആക്യുറേറ്റ് ആവണം, നമുക്ക് ഫോർകാസ്റ്റിംഗ് ആക്യുറേറ്റ് ആവുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. പക്ഷേ എങ്കിലും ബിസിനസ്സിലെ പല ഡിസിഷൻസും ഈ ഫോർകാസ്റ്റിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് ബേസ്ഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി മാനേജ്മെൻറ്റ് സയൻറ്റിസ്റ്റ് കുറേ മെത്തേഡ്സൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. ആൻഡ് വൺ ഹാസ് ടു ഡിസൈഡ് വിച്ച് മെത്തേഡ് ടു ബി യൂസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഇൻഫർമേഷൻസ് വെച്ചിട്ട് നമ്മുടെ ഫോർകാസ്റ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ മുന്നോട്ടുള്ള മാനേജ്മെൻറ്റിന് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്ന് മാനേജേഴ്സ് തന്നെ കണ്ടുപിടിക്കുക. അതിന് മാനേജേഴ്സിന് കൃത്യമായിട്ടുള്ള എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിംഗ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നോളജ് മാനേജേഴ്സിന് ഉണ്ടാവണം. അല്ലെങ്കിൽ മാനേജേഴ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട് ഈ ഫോർകാസ്റ്റിംഗ് ചെയ്യുമ്പോൾ. അതെന്തൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ തന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, അതെന്താണെന്ന് നമുക്കറിയാം. ആൻഡ് സെക്കൻഡ് വൺ ഈസ് ചേഞ്ച് ഇൻ ദ പ്രിഫറൻസ് ഓഫ് ദ യൂസേഴ്സിൻ്റെ പ്രിഫറൻസിൽ അല്ലെങ്കിൽ അവരുടെ നീഡ്സ് ആൻഡ് വാൻസിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടോ എന്നുള്ളത് നമ്മുടെ മാനേജേഴ്സിനെ ഫോർകാസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ആൻഡ് തേർഡ് വൺ ഈസ് നമ്പർ ഓഫ് കോമ്പറ്റീറ്റീവ് പ്രൊഡക്ട്സ്, അതായത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അതേ കോമ്പറ്റീഷൻ അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ആരൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഫോർത്ത് വൺ ഈസ് ഡിസ്പോസിബിൾ ഇൻകം ഓഫ് ദ കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഒരു ആവറേജ് എത്ര ഇൻകം നമ്മുടെ ഈ പ്രൊഡക്റ്റിലേക്ക് ഇടാൻ വേണ്ടി പറ്റും എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10,000 രൂപ വിലയുള്ള ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ മാസവും എല്ലാവർക്കും മേടിക്കാൻ പറ്റിയെന്ന് വരണമെന്നില്ല. ചിലപ്പോൾ അവർ ജീവിതത്തിൽ ഒരിക്കലായിരിക്കും ഈ സാധനം മേടിക്കുന്നത്. ഇപ്പോൾ ഒരു ഐഫോൺ മേടിക്കുന്നു, 1,00,000 രൂപയുടെ ഒരു ഐഫോൺ മേടിക്കുന്നു. സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ചിലപ്പം അവർ ജീവിതത്തിൽ ഒരു തവണയായിരിക്കും ഐഫോൺ മേടിക്കുന്നത്. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും ഐഫോൺ ഉപയോഗിക്കാത്ത ആളുകളുമുണ്ട്. അപ്പം അതുകൊണ്ട് എത്ര ഇൻകം കസ്റ്റമേഴ്സിന് നമ്മുടെ പ്രൊഡക്റ്റിൽ ഇടാൻ പറ്റുമെന്നുള്ളത് മനസ്സിലാക്കുക. ഇത്രയും ഫാക്ടേഴ്സാണ് മാനേജേഴ്സിനെ അവർ ഫോർകാസ്റ്റിംഗ് ചെയ്യുമ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പേജിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഫോർകാസ്റ്റിംഗ് ദ പ്രൊഡക്ഷൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്ഷനെ ബേസ് ചെയ്തിട്ടുള്ള ഫോർകാസ്റ്റിങ്ങിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സാണ് പറയുന്നത്. ഫസ്റ്റ് വണ്ണ് മാർക്കറ്റ് ഡിമാൻഡാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ് വണ്ണ് നമുക്ക് ആവശ്യമായിട്ടുള്ള ലേബറിൻ്റെ റേറ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡ് വൺ ഈസ് നമുക്ക് നമ്മുടെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, ദെൻ മെഷീൻ്റെ വർക്കിംഗ് കപ്പാസിറ്റി, ആൻഡ് ദെൻ മെയിൻ്റനൻസ് ഷെഡ്യൂൾസ് ഉണ്ടാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും മെയിൻ്റനൻസ് വരുന്നുണ്ടെങ്കിൽ മെയിൻ്റനൻസ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ അതിനൊരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ഡെലിവറി ഡേറ്റ് ഷെഡ്യൂൾ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമർ ഓർഡർ ചെയ്തേക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ഡെലിവറി ഡേറ്റ് കൃത്യമായിട്ടും ഷെഡ്യൂൾ ചെയ്തത് കൃത്യമായിട്ടും കസ്റ്റമേഴ്സിനെ അറിയിക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ് സ്റ്റെപ്സ് ഇൻ ഫോർകാസ്റ്റിംഗ്. ഇത് ഞാൻ ഒത്തിരി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ കണ്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, പഠിച്ചിരിക്കുക. ഫസ്റ്റ് വൺ അത് ഒത്തിരി അങ്ങനെ വലിയ കാര്യമായിട്ട് പഠിക്കാനില്ല, നമുക്ക് കോമൺ സെൻസ് വെച്ച് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഓക്കെ, ദെൻ സ്റ്റെപ്സിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒബ്ജക്റ്റീവ്. നമ്മുടെ ഫോർകാസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള എന്തിനു വേണ്ടിയാണോ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ആ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഏത് പീരീഡ് ഓഫ് ടൈമിലേക്കാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് റേഞ്ച് ആണോ, ലോങ് റേഞ്ച് ആണോ, മിഡിൽ റേഞ്ച് ആണോ, അങ്ങനെ ഏത് പീരീഡിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്നുള്ളത് കൃത്യമായിട്ട് ഇപ്പോൾ 1 വർഷത്തേക്കാണെങ്കിൽ 1 വർഷത്തെ ഫോർകാസ്റ്റിംഗ്, അങ്ങനെ ആ പീരീഡ് സെറ്റ് ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് ഫോർകാസ്റ്റിന് ആവശ്യമായിട്ടുള്ള മെത്തേഡ് സെലക്ട് ചെയ്യുക. ഫോർത്ത് വൺ ഈസ്
ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് അത് പ്രൈമറി സോഴ്സിലുള്ളതായിരിക്കാം, സെക്കൻഡറി സോഴ്സിലുള്ളതായിരിക്കാം. പ്രൈമറി സോഴ്സ് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻസ്. ആൻഡ് സെക്കൻഡറി സോഴ്സസ് ഓൾറെഡി കളക്റ്റഡ് ആയിട്ട് ഓൾറെഡി ഉള്ളൊരു ഇൻഫർമേഷനാണ് സെക്കൻഡറി സോഴ്സിൽ പറയുന്നത്. ദെൻ ഈ 4 ഇതും ഉണ്ടെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്ജക്റ്റീവ് ഡിറ്റർമൈൻ ചെയ്ത്, നമ്മുടെ ടൈം പീരീഡ് സെലക്ട് ചെയ്ത്, മെത്തേഡ് സെലക്ട് ചെയ്ത്, ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ദ ലാസ്റ്റ് പോയിന്റ് ഈസ് മേക്ക് ദ ഫോർകാസ്റ്റ്. നമുക്ക് ഫോർകാസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അത്രയാണ് ഫോർകാസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ്. നെക്സ്റ്റ് അടുത്തതും ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മെത്തേഡ് ഫോർകാസ്റ്റിംഗ്. എന്താ പറയുക, നമുക്ക് 1 വേർഡ് തൊട്ട് 5 മാർക്സിൻ്റെയും 8 മാർക്സിൻ്റെയും ഒക്കെ ചോദ്യമായിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒന്നാണ് മെത്തേഡ് ഫോർകാസ്റ്റിംഗ്. മെത്തേഡ് ഫോർകാസ്റ്റിങ്ങിൽ ഒരു 8 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് സർവേ ഓഫ് ബയേഴ്സ് ഇൻറ്റൻഷൻ ഓർ യൂസേഴ്സ് എക്സ്പെക്റ്റേഷൻസ് മെത്തേഡ്. അത് ഇത്രയേ ഉള്ളൂ. ഇത്രയും പഠിച്ചിരുന്നാൽ മതി. ഡയറക്റ്റായിട്ട് നമ്മൾ നേരെ ചെന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനെ, അല്ലെങ്കിൽ നമ്മൾ ഫോൺ ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും പോരായ്മകൾ തോന്നുന്നുണ്ടോ, നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് എന്തെങ്കിലും വേണോ എന്ന് നമ്മൾ നേരിട്ട് കസ്റ്റമേഴ്സിനോട് ചോദിക്കുന്നതാണ് ഒന്നാമത്തെ കാര്യം. ദെൻ ഒന്നാമത്തേത് സർവേ ഓഫ് ബയേഴ്സ് ഇൻറ്റൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾ നേരിട്ട് കസ്റ്റമേഴ്സിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പ്രൊഡക്റ്റിൻ്റെ ഫീഡ്ബാക്ക് എടുത്ത് അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുള്ള പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. രണ്ടാമത്തെ ഈസ് കളക്റ്റീവ് ഒപ്പീനിയൻ ഓർ സെയിൽസ് ഫോഴ്സ് കോമ്പോസിറ്റ് മെത്തേഡ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന സെയിൽസ്മാനോട് അല്ലെങ്കിൽ നമ്മുടെ ബ്രാഞ്ച് മാനേജറോട്, ഒരു ബ്രാഞ്ചിലെ മാനേജറോട് അല്ലെങ്കിൽ ഏരിയ മാനേജറോട് ചോദിക്കുകയാണ് കസ്റ്റമേഴ്സിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എങ്ങനെയാണ്, കസ്റ്റമേഴ്സ് എന്താണ് ഫീഡ്ബാക്ക് പറയുന്നത്, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഏരിയയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആവശ്യകത എന്താണ് എന്നാൽ അവരോട് ചോദിച്ചിട്ട് അത് വെച്ചിട്ട് നമ്മൾ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഫോർകാസ്റ്റ് ചെയ്യുന്ന മെത്തേഡാണ് കളക്റ്റീവ് ഒപ്പീനിയൻ ഓർ സെയിൽസ് ഫോഴ്സ് കോമ്പോസിറ്റ് മെത്തേഡ്. സർവേ മെത്തേഡിൽ, അതായത് സർവേ ഓഫ് ബയേഴ്സ് ഇൻറ്റൻഷൻ ഓർ ദ യൂസർ എക്സ്പെക്റ്റേഷൻ മെത്തേഡിൽ എന്തായിരുന്നു, കസ്റ്റമേഴ്സിനോട് നമ്മൾ ഡയറക്റ്റ് ചോദിക്കുന്നു. ആൻഡ് കളക്റ്റീവ് ഒപ്പീനിയൻ ഓർ സെയിൽസ് ഫോഴ്സ് കോമ്പോസിറ്റ് മെത്തേഡിൽ എന്താണ്, നമ്മൾ ഏരിയ സെയിൽസ് മാനേജേഴ്സ്, ബ്രാഞ്ച് മാനേജേഴ്സ് അങ്ങനെയുള്ള ആളുകളോട് ചോദിക്കുന്നു. ദെൻ തേർഡ് വൺ ഈസ് ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ജഡ്ജ്മെൻറ്റ് ഓർ എക്സിക്യൂട്ടീവ് ജഡ്ജ്മെൻറ്റ് മെത്തേഡ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽസ് ഉണ്ടല്ലോ, ഒരു ഫേമിൻ്റെ ഒഫീഷ്യൽസ്, എക്സിക്യൂട്ടീവ്സ് ആയിട്ടുള്ള മാനേജേഴ്സ് അങ്ങനെയുള്ള ആളുകളുണ്ടാവും. ഇപ്പം എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഓരോ മാനേജേഴ്സ് ഉണ്ടാവും. ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ മാനേജേഴ്സ് ഉണ്ടാവുമല്ലോ. അവരുടെ ഐഡിയ പ്രകാരമുള്ള ഒരു ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നു. ഫോർത്ത് വൺ ഈസ് എക്സ്പേർട്ട് ഒപ്പീനിയൻ. എന്താണ്, നമ്മളൊരു എക്സ്പേർട്ടിനെ ഹയർ ചെയ്ത് അയാൾ വഴി അയാളുടെ പഠനത്തിൽ നിന്ന് അയാൾ പറയുന്ന രീതിയിലുള്ള ഒപ്പീനിയൻസ് അനുസരിച്ച് പ്രൊഡക്ഷൻ നടത്തുന്നു. ആൻഡ് ഫിഫ്ത്ത് വൺ ഈസ് മാർക്കറ്റ് ടെസ്റ്റ് മെത്തേഡ്. അത് നമുക്ക് എന്താണെന്ന് അറിയാം. നമ്മൾ ആദ്യമേ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കുറച്ച് സാമ്പിൾസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുന്നു. അവരുടെ ഫീഡ്ബാക്ക് എടുത്തിട്ട് അത് നമ്മൾ ഇപ്പം എന്തെങ്കിലും മോഡിഫൈ ചെയ്യണമെങ്കിൽ അങ്ങ് മോഡിഫൈ ചെയ്തിട്ട്, അല്ലെങ്കിൽ കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ആ പ്രൊഡക്റ്റ് അങ്ങനെ തന്നെ എടുക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റ് ഒരു ടെസ്റ്റിന് വേണ്ടി മാർക്കറ്റിൽ ഇറക്കുന്നു. അതാണ് മാർക്കറ്റ് ടെസ്റ്റ് മെത്തേഡ്. ദെൻ സിക്സ്ത് വൺ ഈസ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെൻഡിനൊപ്പം പോകുന്നു. ട്രെൻഡ് എന്താണെന്ന് നോക്കുന്നു, മാർക്കറ്റിൽ ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് പോകുന്നതിനെയാണ് ട്രെൻഡ് പ്രൊജക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് ട്രെൻഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിന് താഴെ കുറേ ഇലിസ്ട്രേഷൻസ് ഉണ്ട്. അത് നോക്കിയാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഇക്വേഷൻസ് പഠിച്ചു വെച്ചിട്ട് ആ ഇലിസ്ട്രേഷൻസ് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ദെൻ സെവൻത്ത് വൺ ഈസ് മൂവിങ് ആവറേജ് മെത്തേഡ്. ദിസ് ഈസ് അനദർ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ടു കാൽക്കുലേറ്റ് ദ ട്രെൻഡ് ത്രൂ മൂവിങ് ആവറേജസ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ആസ് ഫോളോസ്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അതിൻ്റെ കാൽക്കുലേഷൻസും പറഞ്ഞിട്ടുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ അപ്രോപ്രിയേറ്റ് പീരീഡ് ഈസ് ടു ബി ഡിറ്റർമൈൻഡ് ഫോർ വിച്ച് ദ മൂവിങ് ആവറേജ് ഈസ് കാൽക്കുലേറ്റഡ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിൻ്റെ കൃത്യമായിട്ടൊരു അപ്രോപ്രിയേറ്റ് പീരീഡ് നമ്മൾ ആദ്യമേ ഡിറ്റർമൈൻ ചെയ്യുക. വൈൽ ഡിറ്റർമൈൻ ദ പീരീഡ് ഫോർ മൂവിങ് ആവറേജ് ദ നോർമൽ സൈക്കിൾ ടൈം ഓഫ് change is the value of series should be considered so that short term fluctuations are eliminated. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ പീരീഡ് കൺസിഡർ ചെയ്യുമ്പോൾ ഷോർട്ട് ടൈം ആയിട്ടുള്ള കുറച്ച് പീരീഡ്സ്, ഇപ്പോൾ ഒരു വർഷം തൊട്ട് അല്ലെങ്കിൽ ഒരു 6 മാസം തൊട്ട് ഒരു വർഷം വരെ അങ്ങനെ കുറച്ചായിട്ട് ഷോർട്ട് ടൈം ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടാകാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസസ് നമുക്ക് അവോയ്ഡ് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് ഫാർ ആസ് പോസിബിൾ ദ പീരീഡ് ഫോർ മൂവിങ് ആവറേജ് ഷുഡ് ബി ഇൻ ഓഡ് നമ്പേഴ്സ് സച്ച് ആസ് പീരീഡ് 3, 5, 7 ഇയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീരീഡ് സെലക്ട് ചെയ്യുമ്പം മാക്സിമം ഓഡ് നമ്പേഴ്സ് ആയിട്ടുള്ള 3, 5, 7 ഇയേഴ്സ് ഒക്കെ നോക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ പീരീഡ് ഇൻ ഈവൻ നമ്പർ വിൽ ക്രിയേറ്റ് എ പ്രോബ്ലം ഇൻ സെൻട്രലൈസിങ് ദ വാല്യൂ ഓഫ് ആവറേജ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൃത്യമായിട്ട്
ഈവൻ നമ്പേഴ്സാണ്, അല്ലെങ്കിൽ 2, 4, 8 ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്കൊരു ആവറേജ് കണ്ടുപിടിക്കുന്നത് ആ സെൻറ്ററിലുള്ള അല്ലെങ്കിൽ ഒരു വർഷത്തിൻ്റെ നടുക്കുള്ള വാല്യൂ നമുക്ക് കിട്ടത്തില്ല. 2, 4 ആണ് 2 വർഷം 4 വർഷം തമ്മിലിടയ്ക്കുള്ള, അല്ലെങ്കിൽ തുടങ്ങുമ്പോൾ തൊട്ട് 2 വർഷം വരെ, അല്ല പിന്നെ 2 വർഷം തൊട്ട് 4 വർഷം വരെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെയാണ്, ഒന്നാമത്തെ വർഷത്തിലുള്ളതാണ് നമ്മുടെ ആവറേജ്. 2 വർഷം തൊട്ട് 4 വർഷം വരെ ഉള്ളതാണ് എങ്കിൽ മൂന്നാമത്തെ വർഷത്തിലുള്ളതാണ് ആവറേജ്. ഈ വർഷത്തിൻ്റെ ഇടയ്ക്കുള്ള ആവറേജുകൾ കിട്ടത്തില്ല. പക്ഷേ നമ്മൾ 3 വർഷത്തിനും 5 വർഷത്തിനും ഇടയ്ക്കുള്ളതാണ് നോക്കുന്നതെങ്കിൽ എന്താണ് വരിക? 3 വർഷത്തിനും ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിയുമ്പം നമുക്ക് കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള പീരീഡ്, നമുക്ക് കാൽക്കുലേഷൻസ് ആക്യുറേറ്റ് ആക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് മൂവിങ് ആവറേജസ് പ്രസൻറ്റ് ദ ബേസിസ് ഫോർ ഡിറ്റർമൈനിങ് ദ എക്സ്പെക്റ്റഡ് എമൗണ്ട് ഓഫ് സെയിൽസ്. ഈ മൂവിങ് ആവറേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എത്ര സെയിൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടി, ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് പറഞ്ഞത്. മൂവിങ് ആവറേജ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡാണ്. അതിൽ ആദ്യമേ തന്നെ ഒരു പീരീഡ് നമ്മൾ സെലക്ട് ചെയ്യുക. ആ പീരീഡ് മാക്സിമം ഓഡ് നമ്പേഴ്സുള്ള ആണെന്ന് നമ്മൾ ഉറപ്പുവരുത്തുക. ഈവൻ നമ്പേഴ്സിലുള്ളതാണ് എങ്കിൽ ആവറേജ് വാല്യൂവിൻ്റെ സെൻട്രലൈസേഷൻ പ്രോബ്ലംസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കാൽക്കുലേഷനിലൂടെ കൂടി നമുക്ക് എത്ര സെയിൽസ് ചെയ്യാൻ വേണ്ടി പറ്റുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ 8th മെത്തേഡ് ഈസ് ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്. അത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയാസ് വെച്ചിട്ട് ആ ക്രൈറ്റീരിയാസ് ബേസ്ഡ് ആയിട്ടാണ് നമ്മളൊരു ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നത്. ആ ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട്സ് ഉണ്ടാക്കുക. സിംപ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഒത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്യാതെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മെത്തേഡ്സാണ് യൂസ് ചെയ്യേണ്ടത്. അതുപോലെ എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്കണോമിക്കലായിട്ടുള്ള ആക്യുറസി ഓഫ് ദ ഫോർകാസ്റ്റിംഗ് കണ്ടുപിടിക്കാൻ എക്കണോമിക്കലായിട്ട് നിൽക്കുക. ദെൻ ഇസ് അവൈലബിലിറ്റി. നമ്മുടെ ഇൻഫോർമേഷൻസ് മാക്സിമം അവൈലബിൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുക. ദെൻ സ്റ്റെബിലിറ്റി. നമ്മളെടുക്കുന്ന ഡേറ്റ ഒരു കുറച്ച് ടൈമിലെയാണ് എങ്കിൽ അത് പെട്ടെന്ന് മാറാൻ സാധ്യതയില്ല, അല്ലെങ്കിൽ അത് റിലയബിൾ ആയിട്ടുള്ള ഡേറ്റ ആയിരിക്കണം എന്നുള്ളതാണ് സ്റ്റെബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് യൂട്ടിലിറ്റി. ദ ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് മസ്റ്റ് ബി ഈസി, അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് സ്യൂട്ടബിൾ ടു ദ മാനേജ്മെൻറ്റ്. ഇതിൻ്റെ ഫോർകാസ്റ്റിങ്ങിൻ്റെ ടെക്നിക്ക് എന്താണ്? ഈസി ആയിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നതായിരിക്കണം. ഈ 6 എന്താ പറയുക, ക്രൈറ്റീരിയാസിനെ ബേസ് ചെയ്തിട്ട് ഫോർകാസ്റ്റിംഗ് ചെയ്യുന്നതിനെയാണ് ക്രൈറ്റീരിയ ഓഫ് എ ഗുഡ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കുറേ ഇലുസ്ട്രേഷൻസ് പറയുന്നുണ്ട്. കുറേ മീൻസ് ഒരുപാട്, 4 ഇലുസ്ട്രേഷൻസ് പറയുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കിൽ വരുന്നത് കപ്പാസിറ്റി പ്ലാനിംഗ് ആണ്. കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഒരു ചെറിയ ഡെഫിനേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ദ എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റി ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റ്. ദ ഒബ്ജക്റ്റീവ് ഓഫ് കപ്പാസിറ്റി മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിംഗ് ഓഫ് കപ്പാസിറ്റി, ഈസ് ടു മാച്ച് ദ ലെവൽ ഓഫ് ഓപ്പറേഷൻസ് ടു ദ ലെവൽ ഓഫ് ഡിമാൻഡ്. അപ്പം കപ്പാസിറ്റി പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. എന്തിന്? എഫക്റ്റീവ് മാനേജ്മെൻറ്റ് ഓഫ് കപ്പാസിറ്റിക്ക് വേണ്ടി പ്രൊഡക്ഷൻ ആൻഡ് ഓപ്പറേഷൻസ് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയാണ് കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ ഒബ്ജക്റ്റീവ് ഓഫ് കപ്പാസിറ്റി പ്ലാനിങ്, ദാറ്റ് ഈസ് പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ഓഫ് കപ്പാസിറ്റി ഈസ് ടു മാച്ച് ദ ലെവൽ ഓഫ് ഓപ്പറേഷൻസ് ടു ദ ലെവൽ ഓഫ് ഡിമാൻഡ്. നമ്മൾ കപ്പാസിറ്റി മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഓപ്പറേഷൻസിൻ്റെ ലെവല് ഡിമാൻഡ് മാർക്കറ്റിലുള്ള ഡിമാൻഡിനെ സാധൂകരിക്കുന്ന, അല്ലെങ്കിൽ ഡിമാൻഡിന് ആവശ്യമായിട്ടുള്ളതായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ അകത്ത് വരുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള 3 ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് കൈൻഡ് ഓഫ് കപ്പാസിറ്റി ഈസ് നീഡഡ്, ഹൗ മച്ച് കപ്പാസിറ്റി ഈസ് നീഡഡ് ആൻഡ് വെൻ ദിസ് കപ്പാസിറ്റി ഈസ് നീഡഡ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കപ്പാസിറ്റിയാണ്, എത്രത്തോളം കപ്പാസിറ്റി വേണം, ആൻഡ് എപ്പോഴാണ് ഈ കപ്പാസിറ്റി വേണ്ടത്. ഈ 3 ചോദ്യങ്ങളെ ആസ്പദമാക്കിയിട്ടാണ് കപ്പാസിറ്റി പ്ലാനിങ് നിലനിൽക്കുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് ടു ബി ക്യാരിഡ് ഔട്ട് കീപ്പിംഗ് ഇൻ മൈൻഡ്
ഫ്യൂച്ചർ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ പ്ലാൻസ്, മാർക്കറ്റ് ട്രെൻഡ്സ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് എക്സെട്ര. എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റി പ്ലാനിങ് നടത്തുമ്പോൾ നമ്മളിതെല്ലാം ശ്രദ്ധിക്കണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മുടെ ബിസിനസ്സിനുണ്ടാകുന്ന ഗ്രോത്തിനെ കുറിച്ചും നമ്മുടെ പ്ലാൻസ് എന്തൊക്കെയാണ്, മാർക്കറ്റ് ട്രെൻഡ്സ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ് എല്ലാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റി ഈസ് ദ റേറ്റ് ഓഫ് പ്രൊഡക്റ്റീവ് കേപ്പബിലിറ്റി ഓഫ് എ ഫെസിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഫെസിലിറ്റി ഉപയോഗിച്ച് നമുക്ക് നടത്താൻ പറ്റുന്ന പ്രൊഡക്ഷൻ്റെ ഒരു റേറ്റാണ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ മാക്സിമം പ്രൊഡക്ട്സ് ഉണ്ടാക്കുക. കപ്പാസിറ്റി ഈസ് യൂഷ്വലി എക്സ്പ്രസ്ഡ് ആസ് വോളിയം ഓഫ് ഔട്ട്പുട്ട് പെർ പീരീഡ് ഓഫ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റീനെ നമ്മൾ റെഫർ ചെയ്യുന്നത് എങ്ങനെയാണ്, എത്ര ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഉണ്ടാക്കുന്ന ഔട്ട്പുട്ടിൻ്റെ അളവിനനുസരിച്ചാണ് നമ്മൾ കപ്പാസിറ്റീനെ എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ആവശ്യകതകളെക്കുറിച്ച്, അല്ലെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ് ഈസ് റിക്വയർഡ് ഫോർ ദ ഫോളോയിങ്. എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിനെ കൊണ്ട് ഗുണമുള്ളത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത് തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, കസ്റ്റമേഴ്സിൻ്റെ ഡിമാൻഡ് ഓൺ ടൈമിൽ നമുക്ക് മീറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ് കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഒന്നാമത്തെ ഗുണം. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻസ് എല്ലാം കോസ്റ്റ് എഫക്റ്റീവായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ ഷെഡ്യൂളിംഗ് സിസ്റ്റത്തിനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി കപ്പാസിറ്റി പ്ലാനിങ് ആവശ്യമാണ്, അല്ലെങ്കിൽ കപ്പാസിറ്റി ആവശ്യമാണ്. അതുപോലെ തന്നെ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്യുന്നതിന് നമുക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ലാസ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി എടുക്കേണ്ട ആദ്യത്തെ സ്റ്റെപ്പാണ് കപ്പാസിറ്റി പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ 2 ടൈപ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ലോങ് ടൈം കപ്പാസിറ്റി പ്ലാനിങ്ങും രണ്ട് ഷോർട്ട് ടൈം കപ്പാസിറ്റി പ്ലാനിങ്ങുമാണ്. ലോങ് ടൈം കപ്പാസിറ്റി പ്ലാനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ന്യൂ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സിലൊക്കെ നടത്തേണ്ട ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചുള്ളതാണ് ഈ ലോങ് ടൈം കപ്പാസിറ്റി പ്ലാൻ. അത് എന്താ പറയുക, നമുക്കൊരു അതിൻ്റെ ടൈം ഹൊറിസോൺ വരുന്നത് മോർ ദാൻ 2 years ആയിരിക്കും. ഷോർട്ട് ടൈം ആണെങ്കിൽ നമ്മളിപ്പം എന്താ പറയുക ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, വർക്കിംഗ് ക്യാപിറ്റൽ, അതുപോലെ ഓവർ ടൈം ബഡ്ജറ്റ്, ഇൻവെൻട്രീസ് ഒക്കെയാണ് ഷോർട്ട് ടൈം ക്യാപിറ്റൽ പ്ലാൻസിൽ വരുന്നത്. തന്നെ ഈ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന പാരഗ്രാഫ് നമുക്ക് നോക്കാം. കപ്പാസിറ്റി റിഫേഴ്സ് ടു ദ മാക്സിമം ലോഡ് ആൻഡ് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ക്യാൻ ഹാൻഡിൽ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമം എത്ര യൂണിറ്റ് അല്ലെങ്കിൽ എത്ര വോളിയം ഓഫ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഒരു യൂണിറ്റിന് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെയാണ് കപ്പാസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ഫാക്ടറിയെ സംബന്ധിച്ച് മാക്സിമം എത്ര ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്, അതാണ് അതിൻ്റെ കപ്പാസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ദ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഓഫ് എ ഫെസിലിറ്റി ഓർ എ ഫേം ഈസ് ദ മാക്സിമം. അത് തന്നെയാണ് നമ്മൾ ആദ്യമേ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത്. ഒരു ഫേമിൻ്റെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാക്കുന്ന മാക്സിമം പ്രൊഡക്ഷനെയാണ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് എഫക്റ്റീവ് കപ്പാസിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് ബൈ ഗീവിങ് ഡ്യൂ കൺസിഡറേഷൻ ടു ദ ഫോളോയിങ് ഫാക്ടേഴ്സ്. ഒരു എഫക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാം. ഫെസിലിറ്റീസ്, പ്രൊഡക്ട്സ്, പ്രോസസ്, ഹ്യൂമൻ ഫാക്ടേഴ്സ്, ഓപ്പറേഷണൽ ഫാക്ടേഴ്സ്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫെസിലിറ്റീസിൽ വരുന്ന ഡിസൈൻ, ലൊക്കേഷൻ, ലേ ഔട്ട്, എൻവയോൺമെൻറ്റ് ഒക്കെയാണ് വരുന്നത്. ദെൻ പ്രൊഡക്റ്റ് ഡിസൈൻ ആൻഡ് പ്രൊഡക്റ്റ് മിക്സ് ഒക്കെ നമ്മൾ ഒരുപാട് തവണ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ പ്രോസസ്സിൻ്റെ അകത്ത് ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ നമ്മൾ എൻഷുർ ചെയ്യുക. ദെൻ ഹ്യൂമൻ ഫാക്ടേഴ്സ് നമുക്കറിയാം, ജോബ് ഡിസൈൻ, മോട്ടിവേഷൻ, കോമ്പൻസേഷൻ, ട്രെയിനിങ് ടു ദ എംപ്ലോയീസ്, അതൊക്കെ ഹ്യൂമൻ ഫാക്ടേഴ്സിൽ വരുന്നു. ഓപ്പറേഷണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, ഷെഡ്യൂളിങ്, മെയിൻ്റനൻസ് പോളിസീസ്, ഇതെല്ലാം ഓപ്പറേഷൻസിൻ്റെ അകത്ത് വരുന്നതാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ പറയുന്നത് പ്രൊഡക്റ്റ് സ്റ്റാൻഡേർഡ്സ്, സേഫ്റ്റി റെഗുലേഷൻസ്, യൂണിയൻ ആറ്റിറ്റ്യൂഡ്, പൊല്യൂഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്, അതൊക്കെ നമുക്ക് പുറത്ത് നമ്മുടെ ബിസിനസ്സിന് പുറത്തുള്ള കുറേ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. അവയാണ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റി ആണ് പറയുന്നത്. ഒരു കപ്പാസിറ്റിനെ നമ്മൾ മെഷർ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്ന ഔട്ട്പുട്ടാണ് കപ്പാസിറ്റീനെ മെഷർ ചെയ്യാനുള്ള
അളവുകോൽ. പക്ഷേ ചില കമ്പനികളൊക്കെ ഒന്നിലധികം ഔട്ട്പുട്ട്സ് ഉണ്ടാക്കുന്നുണ്ടാവും. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും ഇത്ര ഔട്ട്പുട്ട് ഉണ്ടാക്കി അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഔട്ട്പുട്ട് ഇത്രയെന്നേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം കൂടെ കൂട്ടി നമ്മുടെ ടോട്ടൽ കമ്പനിയുടെ കപ്പാസിറ്റി എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഇതെല്ലാം ഡിഫറെൻറ്റ് പ്രൊഡക്ട്സ് ആയതുകൊണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ മോണിറ്ററി വാല്യൂൽ എടുക്കും. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ എല്ലാ ഔട്ട്പുട്ട്സിൻ്റെയും എല്ലാ പ്രൊഡക്ട്സിൻ്റെയും കൂടെ പ്രൈസ് കൂട്ടിയിട്ട് ആ എമൗണ്ട് മോണിറ്ററി വാല്യൂയിലായിരിക്കും നമ്മുടെ കപ്പാസിറ്റി പറയുന്നത് എന്നുള്ളതാണ് മെഷർമെൻറ്റ് ഓഫ് കപ്പാസിറ്റിയിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന കപ്പാസിറ്റി പ്ലാനിങ് ഡിസിഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ അകത്ത് എന്തൊക്കെ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ആയിട്ടുണ്ടെന്നുള്ളതാണ് അതിൽ മെയിനായിട്ടും പറയുന്നത്. ആദ്യമേ തന്നെ പറയുന്നത് അസസിങ് ദ കപ്പാസിറ്റി ഓഫ് എക്സിസ്റ്റിംഗ് ഫെസിലിറ്റീസ്. അതായത് നമ്മളിപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ഫെസിലിറ്റീസിൻ്റെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് അളന്ന് നോക്കുക അല്ലെങ്കിൽ മനസ്സിലാക്കുക. രണ്ടാമത് പറയുന്നത് എന്താണ്? ഫോർകാസ്റ്റിംഗ് ദ ലോങ് റേഞ്ച് ഫ്യൂച്ചർ കപ്പാസിറ്റി നീഡഡ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ എത്ര കപ്പാസിറ്റി വേണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഐഡൻറ്റിഫൈയിങ് ആൻഡ് അനലൈസിങ് സോഴ്സസ് ഓഫ് കപ്പാസിറ്റി ഫോർ ഫ്യൂച്ചർ നീഡ്. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റി എവിടെ നിന്ന് കിട്ടും, അതിൻ്റെ സോഴ്സസ് എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി അതിനാവശ്യമായിട്ടുള്ള കപ്പാസിറ്റിക്ക് വേണ്ടിയുള്ള അനാലിസിസ് നടത്തുക എന്നുള്ളതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഇവാലുവേറ്റിംഗ് ദ ആൾട്ടർനേറ്റീവ് സോഴ്സ് ഓഫ് കപ്പാസിറ്റി ബേസ്ഡ് ഓൺ ഫിനാൻഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ കൺസിഡറേഷൻ. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്താ പറയുക, കപ്പാസിറ്റി കിട്ടാനുള്ള ഓൾട്ടർനേറ്റീവ് സോഴ്സസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. എന്തൊക്കെ ടൈംസിലാണ്? ഫിനാൻഷ്യൽ, ടെക്നോളജിക്കൽ ആൻഡ് എക്കണോമിക്കൽ കൺസിഡറേഷൻ ബേസ് ആയിട്ടായിരിക്കണം നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ ഈസ് സെലക്ടിങ് എ കപ്പാസിറ്റി ഓൾട്ടർനേറ്റീവ് മോസ്റ്റ് സ്യൂട്ടഡ് ടു അച്ചീവ് സ്ട്രാറ്റജിക് മിഷൻ ഓഫ് ദ ഫേം. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേമിൻ്റെ ഏറ്റവും സ്ട്രാറ്റജിക് അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിഷൻ അച്ചീവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. These are the activities which are included in capacity planning. Then next paragraphൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ capacity planning is necessary when an organization decides to increase its production or introduce new product into the market or to increase the volume of production to gain the advantage of economic scales. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ് ആവശ്യമുള്ള സാഹചര്യങ്ങളാണ് പറയുന്നത്. എപ്പോഴൊക്കെയാണ്? ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ തീരുമാനിക്കുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ഷൻ്റെ തന്നെ കൂടുതൽ വോളിയം പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുമ്പോഴാണ് കപ്പാസിറ്റി പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. വൺസ് എക്സിസ്റ്റിംഗ് കപ്പാസിറ്റി ഈസ് ഇവാലുവേറ്റഡ് ആൻഡ് എ നീഡ് ഫോർ ന്യൂ ഓർ എക്സ്പാൻഡഡ് ഫെസിലിറ്റീസ് ഡിറ്റർമൈൻ ഡിസിഷൻസ് റിഗാർഡിംഗ് ദ ഫെസിലിറ്റി ലൊക്കേഷൻ ആൻഡ് പ്രോസസ് ടെക്നോളജി സെലക്ഷൻ ആർ ടേക്കൺ. എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം അതിൻ്റെ അകത്ത് ഓൾറെഡി ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനൊക്കെ പരിഗണിക്കണമെന്നുള്ളതാണ് പറയുന്നുള്ളൂ. ഇതൊക്കെ കൺസിഡർ ചെയ്യുമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെൻ ദ ലോങ് റേഞ്ച് കപ്പാസിറ്റി needs are estimated through long range forecast for products, a firm may find itself in one of the two following situations. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടൈം കപ്പാസിറ്റി ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ ലോങ് റേഞ്ച് ഫോർകാസ്റ്റിംഗ് ആയിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് സിറ്റുവേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എ കപ്പാസിറ്റി ഷോർട്ടേജ് സിറ്റുവേഷൻ വെയർ പ്രസൻറ്റ് കപ്പാസിറ്റി ഈസ് നോട്ട് ഇനഫ് ടു മീറ്റ് ദ ഫോർകാസ്റ്റ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി ഷോർട്ടേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിലുള്ള കപ്പാസിറ്റി വെച്ചിട്ട് നമുക്ക് ഇത്രയും ലോങ് റണ്ണിലേക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാനുള്ളൊരു സിറ്റുവേഷനുണ്ട്. രണ്ടാമത് പറയുന്നത് ആൻ എക്സസ് ഓർ സർപ്ലസ് കപ്പാസിറ്റി സിറ്റുവേഷൻ വെയർ ദ പ്രസൻറ്റ് കപ്പാസിറ്റി exceeds the expected future demand. രണ്ടാമത് പറയുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ കപ്പാസിറ്റി കൂടുതലുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഡിമാൻഡിന് ആവശ്യമായതിൽ കൂടുതൽ കപ്പാസിറ്റി നമ്മുടെ കയ്യിലുണ്ട്. ഒന്നെങ്കിൽ ഷോർട്ടേജ് ഉണ്ടാവും അല്ലെങ്കിൽ എക്സസ് ഉണ്ടാവും. ഈ രണ്ട് സിറ്റുവേഷൻസ് ആണ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ദെൻ നെക്സ്റ്റ് പറയുന്ന ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഡിറ്റർമിനേഷൻ ഓഫ് പ്ലാന്റ് കപ്പാസിറ്റിയാണ്. ഒരു പ്ലാന്റിൻ്റെ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അഫക്റ്റ് ചെയ്യുന്ന ചില ഫാക്ടേഴ്സാണ് പറയുന്നത്. ആദ്യമേ തന്നെ
ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്വയർഡ്, കൂടുതൽ ക്യാപിറ്റൽ വേണ്ടി വരും. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിലോ അല്ലെങ്കിൽ പ്രോസസ് ഡിസൈനിലോ മാർക്കറ്റ് കണ്ടീഷനിലോ ഒക്കെ ചേഞ്ചസ് ഉണ്ടാവാം. മൂന്നാമത് പറഞ്ഞിരിക്കുന്നത് ഒരു കപ്പാസിറ്റി നമ്മൾ അഡീഷണൽ ആയിട്ട് കൂട്ടിക്കഴിയുമ്പം അതിന് ഫ്ലെക്സിബിലിറ്റി ഏത് രീതിയിലാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നാലാമത് പറയുന്നത് ലെവൽ ഓഫ് ഓട്ടോമേഷൻ ഡിസയേർഡ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോമേഷൻ ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിസയേർഡ് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള ലെവൽ ഓഫ് ഓട്ടോമേഷൻ ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫിഫ്ത്ത് പോയിന്റ് ഈസ് മാർക്കറ്റ് ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് അതേ രീതിയിൽ തന്നെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ മാർക്കറ്റ് ഡിമാൻഡ് ഹൈ ആയി തന്നെ നിൽക്കേണ്ടത് പ്ലാൻ കപ്പാസിറ്റി കൂടുന്നതിന് അല്ലെങ്കിൽ പ്ലാൻ കപ്പാസിറ്റിയെ സ്വാധീനിക്കുന്നുണ്ട്. ദെൻ സിക്സ്ത് പോയിന്റ് ഈസ് പ്രൊഡക്റ്റ് ഒബ്സലൻസ് ആൻഡ് ടെക്നോളജി ഒബ്സലൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പോൾ പ്രോഡക്റ്റിൻ്റെയും ടെക്നോളജിയിലൊക്കെ വരുന്ന ചേഞ്ചസിനെ കുറിച്ചാണ് പറയുന്നത്. ദെൻ സെവൻത് വൺ ഈസ് ടൈപ്പ് ഓഫ് ടെക്നോളജി സെലക്റ്റഡ്. നമ്മൾ ഏത് ടെക്നോളജിയാണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യണമെന്നുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹാൻഡ് മെയ്ഡായിട്ട് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കൂടുതൽ ടൈം എടുക്കാൻ സാധ്യതയുണ്ട്, കൂടുതൽ മാൻ പവർ വേണം, അതിന് കൂടുതൽ അപ്പം നമ്മൾ കൂടുതൽ സാലറി അല്ലെങ്കിൽ കൂടുതൽ വേജസ് കൊടുക്കേണ്ടി വരും, അപ്പോൾ കൂടുതൽ എക്സ്പെൻസസ് ഉണ്ടാവും. അതെല്ലാം ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് മെഷീൻസ് യൂസ് ചെയ്യാം. അങ്ങനെ ഒത്തിരി ടെക്നോളജീസ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫോം ഓഫ് കപ്പാസിറ്റി പ്ലാനിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. കപ്പാസിറ്റി പ്ലാനിങ്ങിന് ഉള്ള ഫോംസ് ബേസ്ഡ് ഓൺ 2 റീസൺസ് ആണുള്ളത്. ഒന്ന് ടൈം ഹൊറിസോണും രണ്ടും എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂസ്ഡ് ആണ് പറഞ്ഞിരിക്കുന്നത്. ടൈം ഹൊറിസോൺ ബേസ്ഡ് ആയിട്ട് ലോങ് ടൈം കപ്പാസിറ്റി പ്ലാനിങ്ങും ഷോർട്ട് ടൈം കപ്പാസിറ്റി പ്ലാനിങ്ങും ഉണ്ട്. അതേ സ്ഥാനത്ത് എമൗണ്ട് ഓഫ് റിസോഴ്സസ് യൂട്ടിലൈസ്ഡ് അല്ലെ എംപ്ലോയിഡ് ബേസ്ഡ് ആയിട്ടാണ് ഉള്ള കപ്പാസിറ്റി പ്ലാനിങ്ങിൻ്റെ ഫോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിറ്റ് കപ്പാസിറ്റി പ്ലാനിങ് ആൻഡ് ഇൻഫിനിറ്റ് കപ്പാസിറ്റി പ്ലാനിങ് ആണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കപ്പാസിറ്റി പ്ലാനിങ് ആണ്. 2 ഫാക്ടേഴ്സാണ് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്, കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആൻഡ് ലെസ് കൺട്രോളബിൾ ഫാക്ടേഴ്സ്. കൺട്രോളബിൾ ഫാക്ടേഴ്സിൽ എമൗണ്ട് ഓഫ് ലേബർ എംപ്ലോയിഡ്, ഫെസിലിറ്റീസ് ഇൻസ്റ്റാൾഡ്, മെഷീൻസ്, ടൂൾസ്, ഷിഫ്റ്റ് ഓഫ് വർക്ക് പെർ ഡേയ്സ് വർക്ക് പെർ വീക്ക്, ഓവർ ടൈം വർക്ക്, സബ് കോൺട്രാക്ടിങ്, പ്രിവെൻറ്റീവ് മെയിൻ്റെനൻസ് ആൻഡ് നമ്പർ ഓഫ് പ്രൊഡക്ഷൻ സെറ്റപ്സ്. ഇതെല്ലാം കൺട്രോളബിൾ ഫാക്ടേഴ്സാണ്. എന്താണ്? നമ്പർ ഓഫ് ലേബേഴ്സ് എംപ്ലോയിഡ്, അത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഫെസിലിറ്റീസ് ഇൻസ്റ്റാൾഡ്, നമ്മൾ എന്തൊക്കെ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യണം എന്നുള്ളത് അതും നമുക്ക് കൺട്രോൾ ചെയ്യാം. ഏതൊക്കെ മെഷീൻസ് യൂസ് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാം. ടൂൾസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അല്ലെങ്കിൽ ഒരു ദിവസത്തെ ഒരാളുടെ വർക്കിൻ്റെ ഷിഫ്റ്റ് എത്ര സമയമാണ് എന്നുള്ളത് കൺട്രോൾ ചെയ്യാം. ഒരു ആഴ്ചയിൽ ഓരോ വ്യക്തിയും എത്ര മണിക്കൂർ വർക്ക് ചെയ്യണം എന്നുള്ളത് നമുക്ക് കൺട്രോൾ ചെയ്യാം. അതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ലെസ് കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആബ്സെൻറ്റിസം, ലേബർ പെർഫോമൻസ്, മെഷീൻ ബ്രേക്ക് ഡൗൺസ്, മെറ്റീരിയൽ ഷോർട്ടേജ്, സ്ക്രാപ്സ് ആൻഡ് റീവർക്സ്, സ്ട്രൈക്സ്, ലോക്കൗട്ട്, ഫയർ ആക്സിഡൻറ്റ്സ്, നാച്ചുറൽ കലാമിറ്റീസ്. ഇതെല്ലാം അൺകൺട്രോളബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റി പ്ലാനിങ്ങിൽ കൺട്രോളബിൾ ആയിട്ടുള്ളതും അൺകൺട്രോളബിൾ ആയിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. കൺട്രോളബിൾ ഫാക്ടേഴ്സ് ആൻഡ് ലെസ് കൺട്രോളബിൾ ഫാക്ടേഴ്സ്. അതിൽ കൺട്രോളബിൾ ഫാക്ടേഴ്സിന് നമുക്കറിയാം, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ, മെഷീൻസ്, എംപ്ലോയീസ് ഒക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാം. എന്നാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് എന്താണ്? എംപ്ലോയീസ് ആബ്സെൻ്റ് ആവുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ വീട്ടിൽ പെട്ടെന്നൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അസുഖം വന്നതുകൊണ്ടായിരിക്കാം. അതുപോലെ ലേബേഴ്സിൻ്റെ പെർഫോമൻസ് നമുക്കതൊരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിനപ്പുറത്തേക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ എംപ്ലോയീസ് ആടിത്തൂങ്ങി എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിനെ നമുക്ക് ഒരു പരിധി വരെ പറയാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും മെഷീൻസ് കംപ്ലൈൻ്റ് ആവുന്നത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടറല്ല. ചിലപ്പോൾ മെറ്റീരിയൽ ഷോർട്ടേജ് ഉണ്ടാവാം, അതും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ലെസ് കൺട്രോളബിൾ ആണ്. കൺട്രോൾ ചെയ്യാൻ പറ്റും, പക്ഷേ ലെസ് കൺട്രോളബിൾ ആണ്. പിന്നെ സ്ട്രൈക്ക് ഉണ്ടാവുന്നത്, ലോക്കൗട്ട് ഉണ്ടാവുന്നത്, ഫയർ ആക്സിഡൻറ്റ്സ് ഉണ്ടാവുന്നത്, നാച്ചുറൽ കലാമിറ്റീസ്, അതൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫാക്ടേഴ്സ് അല്ല. അതിനെയാണ് ലെസ് കൺട്രോളബിൾ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫെസിലിറ്റി ലൊക്കേഷൻ. നമ്മളിനി പറയാൻ പോകുന്നത് ഫെസിലിറ്റി ലൊക്കേഷനെ കുറിച്ചാണ്. ഫെസിലിറ്റി ലൊക്കേഷൻ തന്നെയാണ്, ഓർ ഫെസിലിറ്റി ലൊക്കേഷൻ ഈസ് ഓൾസോ നോൺ എസ് പ്ലാൻ ലൊക്കേഷൻ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മുടെ പ്ലാന്റ്, നമ്മുടെ പ്രൊഡക്ഷനുള്ള പ്ലാന്റ് എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യുന്നു എന്നാണ്. പ്ലാൻ മീൻസ് ഫാക്ടറി, നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്ന ഫാക്ടറി എവിടെ ലൊക്കേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതിനു മാത്രം പഠിക്കാൻ എന്തായിരിക്കുന്നത്, എവിടെയെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള എവിടെയെങ്കിലും കൊണ്ട് വെച്ചുകൂടെയെന്ന്.
പക്ഷേ അങ്ങനെയല്ല, നമുക്ക് ആവശ്യമായ റിസോഴ്സസ് കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം, നല്ല ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം, ലേബേഴ്സിനെ കിട്ടാൻ എളുപ്പമായിരിക്കണം, നമ്മുടെ റിസോഴ്സസ് ചീപ്പ് കോസ്റ്റിൽ കിട്ടുന്ന ഒരു സ്ഥലമായിരിക്കണം. അങ്ങനെ നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമായ ഫാക്ടേഴ്സ് എല്ലാം ഒരേ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം പ്ലാൻ ലൊക്കേഷൻ. ആൻഡ് അങ്ങനെ നമ്മൾ പ്ലാൻ ലൊക്കേഷൻ അങ്ങനെയൊന്നും നോക്കാതെ, ഈ കൺസിഡറേഷൻ ഒന്നും ഇല്ലാതെ എവിടെയെങ്കിലും പ്ലാൻ ലൊക്കേഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിന് ബാങ്ക്രപ്സി വരെ സംഭവിക്കാനുള്ള സാധ്യതകൾ ഉണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ പ്രൊഡക്ഷൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഫുള്ള് അറ്റ് ദ മാക്സിമം ഹൈപ്പിലേക്ക് പോകാൻ ഈ പ്ലാൻ ലൊക്കേഷൻ കൊണ്ട് സഹായിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഞാനല്ല ഇവിടെ അങ്ങനെ പറയുന്നില്ല. പക്ഷേ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഒരു പരിധി വരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലെങ്കിൽ നല്ലൊരു സെയിൽസിലേക്ക് എത്തിക്കാൻ പ്ലാൻ ലൊക്കേഷനും ആവശ്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പ്ലാൻ ലൊക്കേഷൻ സെലക്ട് ചെയ്യുന്നതിലുള്ള സ്റ്റെപ്സ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഏത് കൺട്രിയിലാണ്, അല്ലെങ്കിൽ കൺട്രിക്കകത്താണോ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിക്കകത്താണോ അതോ പുറത്തെവിടെയെങ്കിലും ആണോ. രണ്ടാമത് പറയുന്നത് റീജിയൻ സെലക്ട് ചെയ്യണം. മൂന്നാമത് പറയുന്നത് ലൊക്കാലിറ്റി ഓർ കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യണം. നാലാമത് പറയുന്നത് എക്സാക്ട് സൈറ്റ് സെലക്ട് ചെയ്യണം. അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേത് ഡിസൈഡിങ് ഓൺ ഡൊമസ്റ്റിക് ഓർ ഇൻ്റർനാഷണൽ ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്താണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രാജ്യത്ത്, അതായത് ഇൻ്റർനാഷണൽ ലൊക്കേഷൻ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണ്ടൊക്കെ ഇതിന് അത്ര വലിയ പ്രാധാന്യമൊന്നും ഉണ്ടായിരുന്നില്ല ഈ പോയിന്റിന്. പക്ഷേ ഇപ്പോഴങ്ങനെയല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ എന്താണ്, എല്ലാ ബിസിനസ്സും, നമ്മളൊരു ചെറിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ പോലും അതിനൊരു ഗ്ലോബൽ മാർക്കറ്റ് അവൈലബിൾ ആണ്. അപ്പം അതുകൊണ്ട് തന്നെ ലൊക്കേഷൻ, നമ്മുടെ പ്ലാൻ ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് എന്താണ്, റീജിയൻ സെലക്ട് ചെയ്യുക. റീജിയൻ സെലക്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്, അവൈലബിലിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമായിരിക്കണം. നിയർനെസ് ടു ദ മാർക്കറ്റ്, നമ്മുടെ മാർക്കറ്റ് പ്ലേസിന് അടുത്താണെങ്കിൽ അങ്ങോട്ടേക്ക് ഗുഡ്സ് കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് എളുപ്പമുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ പ്രോഡക്റ്റ് എല്ലാം വിൽക്കുന്നത് കേരളത്തിലാണ്, പക്ഷേ ഞാനത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫാക്ടറി ഇരിക്കുന്നത് അങ്ങ് ഡൽഹിയിലാണ്. പിന്നെ ഡൽഹിയിൽ നിന്ന് ആ സാധനം ഇവിടം വരെ കൊണ്ടുവന്ന് ഇവിടെ വിൽക്കാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ റിസ്ക് അല്ലേ, അത്രയും കോസ്റ്റ് കൂടുതലല്ലേ, ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുതലല്ലേ. അപ്പം അതൊന്നും ഇല്ലാതെ നമ്മുടെ മാർക്കറ്റിന് അടുത്തുള്ള ഒരു പ്ലേസ് ആയിരിക്കണം. അതുപോലെ മൂന്നാമത് പറയുന്നത് അവൈലബിലിറ്റി ഓഫ് പവർ ആണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പം മെഷീൻസ് ഉണ്ടാവും നമ്മുടെ ഫാക്ടറിയിൽ, അല്ലെങ്കിൽ മറ്റ് പവറിൻ്റെ ആവശ്യം ഉണ്ടാവും. നല്ല രീതിയിൽ പവർ അവൈലബിൾ ആയിട്ടുള്ള, അതായത് ഇലക്ട്രിസിറ്റി ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ഥലത്തായിരിക്കണം നമ്മൾ നമ്മുടെ പ്ലാന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ആണ്. നല്ല രീതിയിൽ എന്താ പറയുക, നല്ല റോഡും അല്ലെങ്കിൽ റെയിൽവേയും അല്ലെങ്കിൽ എയർവേയോ അങ്ങനെ അല്ലെങ്കിൽ സീവേ അങ്ങനെ നല്ല രീതിയിൽ നമ്മുടെ പ്രൊഡക്റ്റ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം. സ്യൂട്ടബിലിറ്റി ഓഫ് ക്ലൈമറ്റ് ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. എന്താണ്, ആളുകൾക്ക് നിൽക്കാൻ പറ്റുന്ന, ഇപ്പം നമ്മൾ അങ്ങ് അന്റാർട്ടിക്ക കൊണ്ടുപോയി ഒരു കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചോ. അന്റാർട്ടിക്കയുടെ കാര്യം നമുക്കറിയാം, തണുത്ത് മരിച്ച് ചത്ത് പോകും അവിടെ ചെന്ന് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അവിടെ വന്ന് വർക്ക് ചെയ്യാൻ എത്ര ആളുകൾ തയ്യാറാവും? നമുക്ക് ലേബർ ഷോർട്ടേജ് ഉണ്ടാവാൻ സാധ്യതയില്ലേ? അപ്പം നമ്മൾ അതിനൊക്കെ പറ്റുന്ന, ക്ലൈമറ്റൊക്കെ നല്ല രീതിയിൽ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ കൊണ്ട് സഹാറ മരുഭൂമിയുടെ നടുക്കൊണ്ട് ഒരു പ്ലാന്റ് സ്ഥാപിച്ചു, അവിടെ ആളുകൾ വർക്ക് ചെയ്യാൻ വരുമോ? അവിടുത്തെ ചൂട് കാരണം നമുക്ക് തന്നെ അവിടെ ഒന്ന് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പം ക്ലൈമാറ്റിക് ചേഞ്ചസ് അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള ക്ലൈമറ്റ് നമ്മൾ നോക്കണം. ഗവൺമെൻറ് പോളിസീസ് ആണ് ലാസ്റ്റായിട്ട് പറയുന്നത്. എന്താണ് ഗവൺമെൻറ് പോളിസീസ്? ഇമ്പോർട്ടൻ്റ് അല്ലേ? ഗവൺമെൻറ് വെച്ചിരിക്കുന്ന, മുന്നോട്ടേക്ക് വെക്കുന്ന എല്ലാ നിയമങ്ങളും പാലിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തായിരിക്കണം, അല്ലെങ്കിൽ അതെല്ലാം പാലിച്ച് പോകാൻ പറ്റുന്ന ഒരു സ്ഥലത്തായിരിക്കണം നമ്മുടെ പ്ലാന്റ് സ്ഥാപിക്കേണ്ടത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റി ആണ് പറഞ്ഞിരിക്കുന്നത്. സെലക്ഷൻ ഓഫ് കമ്മ്യൂണിറ്റിയിൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് സ്റ്റെപ്പാണ്. അതിനെയും കുറേ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി സെലക്ട് ചെയ്യുമ്പോൾ വരുന്ന ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൈലബിലിറ്റി ഓഫ് ലേബർ, നമുക്ക് ആവശ്യമായിട്ടുള്ള മാൻ പവർ അല്ലെ ലേബർ കിട്ടുമോ എന്നുള്ളത് നോക്കണം. രണ്ടാമത് സിവിക് amenities for workers. Besides good working condition inside the factory, the employees require certain facilities outside it. Recreational facilities such as club, theatres and parks must be provided for the employees. They require school for their children. A place which about in all these facilities will naturally be preferred to another place with the lack of them. അതെന്താണ് പറയുന്നത്? ഇപ്പം മാരീഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ
അല്ലെങ്കിൽ എന്താ പറയുക ബാച്ചിലേഴ്സ് ആണെങ്കിലും നമുക്കിപ്പം എന്താ പറയുക ബിസിനസ് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു ക്ലബ്ബിൽ പോകണം, അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് പോകണം, അല്ലെങ്കിൽ ഒരു സിനിമയ്ക്ക് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ഉള്ള ഏരിയയിലാണെങ്കിൽ നമ്മുടെ കമ്പനിയെങ്കിലല്ലേ നമുക്ക് അവിടെയൊക്കെ പോകാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഏതെങ്കിലും കാട്ടിലൊക്കെ കൊണ്ട് വെച്ച് നമ്മുടെ കമ്പനി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആളുകൾ വരത്തില്ല. എന്താണ്, അവർക്ക് അവരുടേതായ ഫെസിലിറ്റീസ് കിട്ടില്ല. അതുപോലെ മാരീഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അവർ കുടുംബമായിട്ട് വന്ന് താമസിക്കുകയാണെങ്കിൽ അവരുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റണം. ഇപ്പോൾ വൈഫിന് എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അതിന് പോകണം, അല്ലെങ്കിൽ ഹസ്ബൻഡിന് ജോലി ഉണ്ടെങ്കിൽ അതിന് പോകണം. അതിനൊക്കെ പറ്റുന്ന ഒരു ഏരിയയിലാണെങ്കിൽ അവരവിടെ ജോലിക്ക് വരുള്ളൂ. അങ്ങനെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉള്ളൊരു സ്ഥലം നോക്കിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടി. പിന്നെ മൂന്നാമത് പറയുന്നത് എക്സിസ്റ്റൻസ് ഓഫ് കോംപ്ലിമെൻ്ററി ആൻഡ് കോമ്പീറ്റിംഗ് ഇൻഡസ്ട്രിയാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ദ എക്സിസ്റ്റൻസ് ഓഫ് കോംപ്ലിമെൻ്ററി ഇൻഡസ്ട്രി ഈസ് ഫേവറബിൾ ടു ദ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ബിക്കോസ് ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഇൻ അസോസിയേഷൻ വിത്ത് അതർ യൂണിറ്റ്സ് ക്യാൻ ഗെറ്റ് ദ ഫോളോയിങ് ബെനിഫിറ്റ്സ്. ആൻ ഇൻഡസ്ട്രിയൽ യൂണിറ്റ് ഈസ് കൊളാബറേഷൻ വിത്ത് അതർ സിമിലർ യൂണിറ്റ്സ് ക്യാൻ സെക്യൂർ മെറ്റീരിയൽസ് ഓൺ ബെറ്റർ ടേംസ് ദാറ്റ് ഇറ്റ് ക്യാൻ do in by itself. The concentration of similar establishments helps to increase the variety of materials that can be offered by suppliers. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ ഒക്കെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളൊരു ഏരിയയിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സപ്ലൈസ് കിട്ടാനും ഒക്കെ കൂടുതൽ ഉണ്ട്. അതുപോലെ വൈഡ് വെറൈറ്റി ഓഫ് സപ്ലൈസ് കിട്ടാനൊക്കെ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റീസ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം, എല്ലാത്തിനും വെള്ളം, എന്ത് കമ്പനി ആണെങ്കിലും വെള്ളം ആവശ്യമുണ്ട്. നല്ല രീതിയിൽ വെള്ളം, ശുദ്ധജലം കിട്ടുന്ന സ്ഥലമായിരിക്കണം. അതുപോലെ ഫയർ ഫൈറ്റിംഗ്, എന്തെങ്കിലും നമ്മുടെ ഫയർ ഫൈറ്റേഴ്സ് ഉണ്ടല്ലോ, അത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഒരു ഔട്ട് പോയിൻ്റ് ഒക്കെ ഉള്ള സ്ഥലമാണ് എങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് സെലക്ഷൻ ഓഫ് സൈറ്റ് ആണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് സൈറ്റിൻ്റെ സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളുള്ളൂ. സോയിൽ, സൈസ് ആൻഡ് ടോപ്പോഗ്രഫി. അതെന്താണെന്ന് നമുക്കറിയാം. സോയിലും സൈസും ടോപ്പോഗ്രഫിയാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യം. നെക്സ്റ്റ് ടോപ്പിക്ക് വരുന്നത് ഫെസിലിറ്റി ലേഔട്ട് ആണ്. അതിനെ പ്ലാൻ ലേഔട്ട് എന്നും വിളിക്കുന്നു. പ്ലാൻ ലേഔട്ട്, ഓൾസോ നോൺ ആസ് ലേഔട്ട് ഓഫ് ഫെസിലിറ്റീസ്, റിഫേഴ്സ് ടു ദ കോൺഫിഗറേഷൻ ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ്, വർക്ക് സെൻറ്റേഴ്സ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആൻഡ് മെഷീനറീസ് വിത്ത് ഫോക്കസ് ഓൺ ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഓർ വർക്ക് ത്രൂ ദ പ്രൊഡക്ഷൻ സിസ്റ്റം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്ലാൻ ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫെസിലിറ്റീസിൻ്റെ ലേഔട്ടിനെയാണ് പ്ലാൻ ലേഔട്ട് എന്ന് പറയുന്നത്. അതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ്, വർക്ക് സെൻറ്റേഴ്സ്, എക്യുപ്മെൻറ്റ്സ്, മെഷീനറീസ് എല്ലാം കറക്റ്റ് ഓർഡറിൽ അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ ആ ഫ്ലോയ്ക്ക് അനുസരിച്ച് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന അല്ലെങ്കിൽ കോൺഫിഗർ ചെയ്യുന്നതിനെയാണ് പ്ലാൻ ലേഔട്ട് എന്ന് പറയുന്നത്. Plan layout or facility layout means planning of location of all machineries, equipments, utilities, workstations, customer service areas, material storage areas, tool servicing areas, tool crypts, aisles, restrooms, lunch rooms, coffee or tea bays, offices and computer rooms, and also planning for the pattern of flow of material and from people around, into and within the building. പ്ലാൻ ലേഔട്ട് ഓർ ഫെസിലിറ്റി ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എല്ലാം നമ്മുടെ മെഷീനറീസ്, എക്യുപ്മെൻറ്റ്സ്, കമ്പ്യൂട്ടർ റൂംസ്, ലഞ്ച് റൂംസ്, റെസ്റ്റ് റൂംസ്, അങ്ങനെ എല്ലാം ഒരു ഫാക്ടറിക്കകത്ത് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ അകത്ത് വരുന്ന എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ് എവിടെ പ്ലേസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് പ്ലേസിൽ വെക്കണം എന്നതിനെക്കുറിച്ചുള്ള ഒരു പ്ലാനിങ് ആണ് പ്ലാൻ ലേഔട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ലേഔട്ട് പ്ലാനിങ് ഇൻവോൾവ്സ് ഡിസിഷൻസ് അബൌട്ട് ദ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് എക്കണോമിക് ആക്ടിവിറ്റി സെൻറ്റേഴ്സ് വിത്തിൻ എ ഫെസിലിറ്റി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫിസിക്കൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് പറഞ്ഞിരിക്കുന്ന പ്ലാൻ ലേഔട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. An economic activity center can be anything that consumes space, a person or a group of people, a mission, a workstation, a department, a storeroom, so on. Economic activity center എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതെന്താണ് നമുക്ക് പറയാം, കൺസ്യൂംസ് സ്പേസ്, എ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, മെഷീൻസ്, വർക്ക് സ്റ്റേഷൻസ്, ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോർ റൂംസ് എല്ലാം നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി സെൻറ്റർ എന്ന് പറയാം. ദ ഗോൾ ഓഫ് layout planning is to allow workers and equipments to operate more efficiently. ലേഔട്ട് പ്ലാനിങ്ങിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഗോളായിട്ടുള്ളത് എന്താണ്? എഫിഷ്യൻ്റ് ആയിട്ടുള്ള വർക്ക് നടക്കുക എന്നുള്ളതാണ്.
പിന്നെ ലേ ഓഫ് പ്ലാനിങ്ങിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി ഒരു കുറച്ച് 4 ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ, ആ 4 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൻ്റെ മെയിൻ, അല്ലെങ്കിൽ ഈ 4 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് ലേ ഔട്ട് പ്ലാനിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഹൗ മച്ച് സ്പേസ് ആൻഡ് കപ്പാസിറ്റി ഡസ് ഈച്ച് സെൻറ്റർ നീഡ്. ഓരോ സെൻറ്ററിനും എത്ര സ്പേസും കപ്പാസിറ്റിയാണ് വേണ്ടത് എന്നുള്ളതാണ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഈസ് ഹൗ മച്ച് ഈച്ച് സെൻറ്റർ സ്പേസ് ബി കോൺഫേർഡ്. എത്ര സ്പേസ് ഓരോ സെൻറ്ററും ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത്. മൂന്നാമത് വാട്ട് സെൻറ്റേഴ്സ് ഷുഡ് ദ ലേ ഔട്ട് ഇൻക്ലൂഡ്. ഈ ലേ ഔട്ടിൻ്റെ അകത്ത് എന്തൊക്കെ സെൻറ്റേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അതായത് ഓരോ ബിസിനസ്സിനും വേറെ വേറെ സെൻറ്റേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടാകും സെൻറ്റേഴ്സിൻ്റെ പേരുകളിൽ, അല്ലെങ്കിൽ വേണ്ട സെൻറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഡിഫറൻസ് ഓരോ ബിസിനസ്സിനും ഉണ്ടാവും. അതനുസരിച്ച് ഏത് സെൻറ്ററാണ് വേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് വെയർ ഷുഡ് ഈച്ച് സെൻറ്റർ ബി ലൊക്കേറ്റഡ്. ഓരോ സെൻറ്ററും ഈ പ്ലാനിൻ്റെ അകത്ത് എവിടെയായിരിക്കണം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ദെൻ ലൊക്കേഷൻ ഓഫ് എ സെൻറ്റർ ഹാസ് 2 dimensions. 2 dimensions ആണുള്ളത്, അബ്സല്യൂട്ട് ലൊക്കേഷൻ ആൻഡ് റിലേറ്റീവ് ലൊക്കേഷൻ. അബ്സല്യൂട്ട് ലൊക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്റർ ഓക്യുപ്പൈസ് വിത്തിൻ ദ പർട്ടിക്കുലർ സ്പേസ് ആണ്, ഒരു പർട്ടിക്കുലർ സ്പേസ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആൻഡ് റിലേറ്റീവ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, റിലേറ്റീവ് ആയിട്ടുള്ള എന്താ പറയുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ സാധനങ്ങളും ആ ഒരു ഏരിയയിൽ തന്നെ നമ്മൾ വെക്കുന്നതിനെയാണ്, ലൊക്കേറ്റ് ചെയ്യുന്നതിനെയാണ് റിലേറ്റീവ് ലൊക്കേഷൻ എന്നതുകൊണ്ട് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ലൊക്കേഷൻ ഡിസിഷൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു 4 ഇമ്പോർട്ടൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ബിസിനസ്സിൻ്റെ ലോങ് റണ്ണിന് ലേ ഔട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക, ലേ ഔട്ട് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ കീ ഡിസിഷനാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ലേ ഔട്ട് ഹാസ് മെനി സ്ട്രാറ്റജിക് ഇംപ്ലിക്കേഷൻസ് ബിക്കോസ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് ആൻഡ് ഓർഗനൈസേഷൻസ് കോമ്പറ്റേറ്റീവ് പ്രയോറിറ്റീസ് ഇൻ റിഗാർഡ്സ് ടു കപ്പാസിറ്റി, പ്രോസസ്സസ്, ഫ്ലെക്സിബിലിറ്റി ആൻഡ് കോസ്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേ ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെ തന്നെ കൂട്ടാൻ വേണ്ടി ആവശ്യമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡ് വൺ ഈസ് ആൻ എഫക്റ്റീവ് ലേ ഔട്ട് ക്യാൻ ഹെൽപ്പ് ആൻ ഓർഗനൈസേഷൻ ടു അച്ചീവ് strategic advantages that support differentiation, low cost. Okay, low cost, differentiation, fast response, flexibility പോലുള്ള ചില സ്ട്രാറ്റജീസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എഫക്റ്റീവ് ലേ ഔട്ട് സഹായിക്കുന്നുണ്ട് ഒരു ഓർഗനൈസേഷൻ എന്നുള്ളതാണ് തേർഡ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് എ വെൽ ഡിസൈൻഡ് ലേ ഔട്ട് പ്രൊവൈഡ്സ് ആൻ എക്കണോമിക് ലേ ഔട്ട് ദാറ്റ് വിൽ മീറ്റ് ദ ഫേംസ് കോമ്പറ്റേറ്റീവ് റിക്വയർമെൻറ്റ്സ്. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പറ്റേറ്റീവ്നെസ് കൂടുന്നു എന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നീഡ് ഫോർ റീഡിസൈൻ ഓഫ് ലേ ഔട്ട് അറൈസസ് ബിക്കോസ് ഓഫ് ദ ഫോളോയിങ് റീസൺസ്. എന്തൊക്കെ കാരണം കൊണ്ടാണ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ള ഒരു പ്ലാൻ ലേ ഔട്ടിനെ റീഡിസൈൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചേഞ്ചസ് വരുത്തേണ്ടി വരുന്നത് അല്ലെങ്കിൽ അതിനെ മാറ്റേണ്ടി വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ റീസൺസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ്സ്, ഹെൽത്ത് ഹസാർഡ്സ് ആൻഡ് ലോ സേഫ്റ്റി. എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് ഉണ്ടായാൽ, ഹെൽത്ത് ഹസാർഡ്സ് എംപ്ലോയീസിനെ മറ്റോ ഹെൽത്തിനെ ബാധിച്ചാൽ, അല്ലെങ്കിൽ സേഫ്റ്റി കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പ്ലാൻ ലേ ഔട്ടിനെ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും. സെക്കൻഡ് വൺ ഈസ് എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. മൂന്നാമത്തത് നമ്മുടെ എക്യുപ്മെൻറ്റ്സിലോ അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ മെത്തേഡ്സിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രൊഡക്ഷൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, മെത്തേഡ്സ് ഓർ പ്രോസസ്സിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ഡിസൈനിൽ അല്ലെങ്കിൽ സർവീസിൻ്റെ ഡിസൈനിൽ തന്നെ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഔട്ട്പുട്ട് ഓർ പ്രൊഡക്റ്റ് മിക്സിൽ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഓർ പ്രൊഡക്റ്റ് മിക്സിൻ്റെ വോളിയത്തിൽ എന്തെങ്കിലും ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ. ദെൻ പറയുന്നത് ഓപ്പറേഷൻസിന് ഇതൊരു ഇന്നെഫിഷ്യൻറ്റ് ഓപ്പറേഷൻസ് ആണ്, അതായത് ഹൈ കോസ്റ്റ് ഒക്കെ ഉണ്ടാവുന്നു എന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മളൊരു പുതിയ പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിലെന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടി വരും ഈ ലേ ഔട്ട്. അതുപോലെ തന്നെ ലോ എംപ്ലോയി മൊറൽ, അതായത് എംപ്ലോയീസിന് കൃത്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം ഇല്ല എങ്കിലും നമ്മൾ റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഒരു ഗുഡ് പ്ലാൻ ലേ ഔട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ലേബർ, എന്ന് വെച്ചാൽ കറക്റ്റായിട്ട് നമ്മുടെ ലേബർ ഉപയോഗിക്കുക എന്നുള്ളതാണ്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫ്ലെക്സിബിൾ ആയിരിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് കറക്റ്റായിട്ട് സ്പേസും എക്യുപ്മെൻറ്റും പീപ്പിളിനെയും എംപ്ലോയീസിനെയും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി പറ്റണം, അവരുടെ കപ്പാസിറ്റി കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള ഒരു വർക്കിംഗ് കണ്ടീഷനും എംപ്ലോയീസ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു വർക്കിംഗ് കണ്ടീഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റണം.
ദെൻ പറയുന്നത് നമ്മുടെ മെറ്റീരിയൽസ്, ഇൻഫർമേഷൻസ് ആൻഡ് പീപ്പിൾസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേബർ നല്ല രീതിയിൽ അവൈലബിൾ ആയിരിക്കണം, മെറ്റീരിയൽസ് ഒക്കെ നല്ലപോലെ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കണം, അതുപോലെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാൻ പറ്റണം. ദെൻ പറയുന്നത് എന്താ പറയുക, റെഡ്യൂസ്ഡ് കൺജഷൻ നമുക്കറിയാം, ഒരു തിക്കും തിരക്കും ഉണ്ടാകരുതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടെ അലങ്കോലമായി കിടക്കരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഹെൽത്ത് ഹസാർഡ്സ്, ആരോഗ്യ പ്രശ്നങ്ങളോ ആക്സിഡൻസോ ഉണ്ടാവാതിരിക്കണം. അതുപോലെ എന്തെങ്കിലും മെയിൻ്റനൻസ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ടു ഫെസിലിറ്റേറ്റ് ബെറ്റർ കോർഡിനേഷൻ ആൻഡ് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ കൺട്രോളൊക്കെ നല്ല രീതിയിൽ നടക്കണം. അതുപോലെ പ്രൊഡക്ടിവിറ്റി കൂടാൻ, ഒരു സൂപ്പർവിഷൻ, നമുക്ക് എല്ലാ കാര്യത്തിലുള്ള സൂപ്പർവൈസൻ ഈസി ആക്കാൻ വേണ്ടി, അതുപോലെ പ്രൊഡക്റ്റിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റി അല്ലെങ്കിൽ വോളിയം ഫ്ലെക്സിബിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റായിട്ട് പറയുന്നത് എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് സ്പേസ് യൂട്ടിലൈസേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഒരു ഗുഡ് പ്ലാൻ ലേ ഔട്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ചോയ്സസ് ഓഫ് ലേ ഔട്ടാണ്. ലേ ഔട്ട് ചോയ്സസ് ക്യാൻ ഹെൽപ്പ് ഗ്രേറ്റ്ലി ഇൻ കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് ഓർഗനൈസേഷൻസ് പ്രൊഡക്റ്റ് പ്ലാൻ ആൻഡ് കോമ്പറ്റേറ്റീവ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ലേ ഔട്ടിൻ്റെ ചോയ്സ്, നമ്മൾ ഏത് ലേ ഔട്ട് വേണമെന്ന് ചൂസ് ചെയ്യുന്നത് കൃത്യമായിട്ട് നമ്മുടെ ഓർഗനൈസേഷൻ്റെ പ്രൊഡക്റ്റ് പ്ലാനിനെയും കോമ്പറ്റീറ്റീവ്നെസ്സിനെയും നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ദെൻ layout has many practical and strategic implications. Altering a layout can affect an organization and how well it meets its competitive priority by. നമ്മൾ ലേ ഔട്ടിനെ ഓൾട്ടർ ചെയ്യുമ്പോൾ അത് ഓർഗനൈസേഷനെ പല കാര്യങ്ങളിലും ബാധിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ കോമ്പറ്റീറ്റീവ്നെസ്സിനെയും ബാധിക്കാൻ സാധ്യതയുണ്ട്. ഏതൊക്കെ രീതികളിലാണ് ബാധിക്കുന്നതെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ അത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫെസിലിറ്റേറ്റിംഗ് ദ ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ഇൻഫർമേഷൻസ്, മെറ്റീരിയൽസിൻ്റെ ഇൻഫർമേഷൻസിൻ്റെ ഫ്ലോയെ നമ്മൾ പ്ലാൻ ലേ ഔട്ട് ആൾട്ടർ ചെയ്യുമ്പോൾ ബാധിക്കുന്നുണ്ട്. കമ്മ്യൂണിക്കേഷൻസ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെറിയ എന്തെങ്കിലും മാറ്റം വരുത്തി കഴിഞ്ഞാൽ തന്നെ ചില സാഹചര്യങ്ങളിൽ സാധിക്കാവുന്നതാണ്. അതുപോലെ എംപ്ലോയി മൊറേലിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ കൺവീനിയൻസ് ആൻഡ് സെയിൽസ് കൂട്ടുന്നുണ്ട്. അതുപോലെ ലേബേഴ്സും എക്യുപ്മെൻറ്റ്സും നമുക്ക് എഫക്റ്റീവായിട്ട് അല്ലെങ്കിൽ എഫിഷ്യൻ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എംപ്ലോയീസിന് എന്തെങ്കിലും ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാകുന്നതിനെ ഒഴിവാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻസ് ക്യാരിഡ് ഔട്ട് ഇൻ എ ഫേം ഡിറ്റർമൈൻസ് ദ ലേ ഔട്ട് റിക്വയർമെൻറ്റ്സ്. അതായത് ലേ ഔട്ടിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടി വരുന്നത് എപ്പോഴാണ്, നമ്മുടെ ആ ഓർഗനൈസേഷനിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നതിനെ ആസ്പദമാക്കിയിട്ടാണ് ലേ ഔട്ട് ഏതായിരിക്കണം എന്ന് വരുന്നത്. ഓക്കെ, ദെൻ സം ഓഫ് ദ ഫണ്ടമെൻ്റൽ ലേ ഔട്ട് ചോയ്സസ് അവൈലബിൾ ടു മാനേജേഴ്സ് ആർ. ഫണ്ടമെൻ്റലായിട്ട്, അതായത് ഓരോ ബിസിനസ്സിൻ്റെ ബേസായിട്ടല്ല, എല്ലാത്തിനും ഒരേപോലെ എല്ലാ ബിസിനസ്സിൻ്റെയും മാനേജേഴ്സും ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന ചെറിയ ഫണ്ടമെൻ്റലായിട്ടുള്ള ലേ ഔട്ട് ചോയ്സസ് ആണ്. ഒരു 4 എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. വെദർ ടു പ്ലാൻ ദ ലേ ഔട്ട് ഫോർ ദ കറൻറ്റ് ഓർ ഫ്യൂച്ചർ നീഡ്സ് എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ലേ ഔട്ട് പ്രിപ്പയർ ചെയ്യണോ അതോ ഫ്യൂച്ചറും കൂടെ മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യണോ എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് പറയുന്നത് വെദർ ടു സെലക്ട് എ സിംഗിൾ സ്റ്റോറി ഓർ മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ നിലയുള്ള ഒരു ബിൽഡിംഗ് ആണോ 2-3 നിലയുള്ള ബിൽഡിംഗ് ആണോ പണിയേണ്ടത് എന്നുള്ളത് ഒരു കൺസിഡറേഷനാണ്. മൂന്നാമത് പറയുന്നത് വാട്ട് ടൈപ്പ് ഓഫ് ലേ ഔട്ട് ചൂസ് ചെയ്യും, ഏത് ടൈപ്പ് ഓഫ് ലേ ഔട്ടാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആൻഡ് ഫോർത്ത് വൺ ഈസ് ഈ ലേ ഔട്ടിൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഫണ്ടമെൻ്റൽ ആയിട്ടൊരു മാനേജർ ലേ ഔട്ടിൻ്റെ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ലേ ഔട്ട് ചോയ്സസ് ആണ്. ലേ ഔട്ട് ചോയ്സിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ്. ആദ്യത്തെ തന്നെ ലൊക്കേഷൻ. ലൊക്കേഷൻ ഒരു വളരെ വലിയൊരു ചോയ്സാണ്, നമുക്കറിയാം, അല്ലെങ്കിൽ ഒരു ഫാക്ടറാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള, ഇപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് പണിയാൻ വേണ്ടി പോകാം, നമ്മുടെ ഫാക്ടറി നമ്മളവിടെ പണിയാൻ വേണ്ടി പോവാം. അവിടേക്ക് റോഡൊന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഒരു പട്ടിക്കാട്ടിലാണ് നമ്മൾ കൊണ്ട് പണിയുന്നതെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ ഒരു കാടിന് നടുക്കൊക്കെ കൊണ്ട് പണിയുന്നത്, അവിടേക്ക് റോഡൊന്നുമില്ല. അപ്പോൾ സിമെൻറ്റ് എങ്ങനെ കൊണ്ടുവരും, മണലെങ്ങനെ കൊണ്ടുവരും, ഇതിനാവശ്യമായിട്ടുള്ള കമ്പി മറ്റ് സാധനങ്ങളൊക്കെ എങ്ങനെ കൊണ്ടുവരും? അതൊന്നും പറ്റാത്തൊരു സ്ഥലത്ത് കൊണ്ടല്ല. നമ്മൾ ലൊക്കേഷനൊക്കെ ഇതെല്ലാം ഇവിടെ എത്തിക്കുക, എല്ലാ റിസോഴ്സസും എത്തിക്കാൻ പറ്റുന്ന, നമ്മുടെ എംപ്ലോയീസിന് കറക്റ്റായി വന്നു പോകാൻ പറ്റുന്ന, എംപ്ലോയീസിന് മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ മേടിക്കാൻ അതിനൊക്കെ സൗകര്യങ്ങളുള്ള ഒരു ഏരിയയിലായിരിക്കണം നമ്മുടെ പ്ലാൻ ലേ ഔട്ട് വരുന്നത്. അതുകൊണ്ട് ലൊക്കേഷൻ ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ്
layout choices, and the second one is machinery and equipments. ഏത് ടൈപ്പ് ഓഫ് മെഷീനറീസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ലേഔട്ടിനെ ബാധിക്കുന്നുണ്ട്. മാനേജീരിയൽ പോളിസീസ് റിഗാർഡിംഗ് വോളിയം ഓഫ് പ്രൊഡക്ഷൻ, പ്രൊവിഷൻ ഓഫ് ഫ്യൂച്ചർ എക്സ്പാൻഷൻ, എക്സ്റ്റെൻറ്റ് ഓഫ് ഓട്ടോമേഷൻ, മോർ ഓർ ബൈ ഡിസിഷൻ, സ്പീഡ് ഓഫ് ഡെലിവറി ഓഫ് ഗുഡ്സ് ടു കസ്റ്റമേഴ്സ്, പർച്ചേസിംഗ് ആൻഡ് ഇൻവെൻട്രി പോളിസീസ് ആൻഡ് പേഴ്സണൽ പോളിസീസ് ഇൻഫ്ലുവൻസിങ് ദ പ്ലാൻ ലേഔട്ട് ഡിസൈൻ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനേജീരിയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് ഇല്ലേ. ഡെലിവറി കറക്റ്റ് സമയത്ത് നടത്തുക, ഫ്യൂച്ചർ എക്സ്പാൻഷനെ കുറിച്ച് ചിന്തിക്കുക, പ്രൊഡക്ഷൻ കൂട്ടുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിൽ വെച്ചുകൊണ്ട് ഇതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളൊരു പ്ലാൻ ലേഔട്ടിൽ ചെയ്യുന്നത് അല്ലേ. മാനേജീരിയൽ ആയിട്ടുള്ള കുറേ പോളിസീസ് നമ്മുടെ പ്ലാൻ ലേഔട്ട് ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ദെൻ മെറ്റീരിയൽസ്, നമ്മൾ ഏത് തരത്തിലുള്ള മെറ്റീരിയൽസ് ആണ് യൂസ് ചെയ്യുന്നത്, റോ മെറ്റീരിയൽസ്, അത് എവിടെ സ്റ്റോർ ചെയ്യും, അതെങ്ങനെ നമ്മളിവിടെ എത്തിക്കും, എവിടെ നിന്ന് പർച്ചേസ് ചെയ്യും, മുതലായ കാര്യങ്ങളെല്ലാം പ്ലാൻ ലേഔട്ടിനെ ബാധിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് മെറ്റീരിയൽസ് ഒരുപാട് കൊണ്ട് വെക്കേണ്ടതുണ്ടാകും. അപ്പം നമ്മളൊരു വെയർ ഹൗസും കൂടെ നമ്മുടെ ഈ ലേഔട്ടിൻ്റെ അത് ഇൻക്ലൂഡ് ചെയ്യണ്ടേ, അതാണ് പറയുന്നത്. ദെൻ പ്രൊഡക്റ്റ്, നമ്മൾ എന്ത് പ്രൊഡക്റ്റാണ് ഉണ്ടാക്കുന്നത്, ആ പ്രോഡക്റ്റ് ഇപ്പം ഹൈ ആണോ, ഹെവി ആണോ, അല്ലെങ്കിൽ ലൈറ്റ് ആണോ, അല്ലെങ്കിൽ അതുപോലെ തന്നെ സോളിഡ് ആണോ, ലിക്വിഡ് ആണോ, അതെല്ലാം എന്താണ് ഒരു പ്ലാൻ ലേഔട്ടിനെ ബാധിക്കും അല്ലേ. ഇപ്പം നമുക്ക് അറിയാം, കൊക്കക്കോള കമ്പനിയുടെ വീഡിയോസൊക്കെ നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അവിടെ പ്രൊഡക്ഷൻ നടക്കുന്നത്, അവർക്ക് ഇതിൻ്റെ അതെന്താ, കുപ്പിച്ചില്ല് വേസ്റ്റ് ആയിട്ടുള്ള കുപ്പികളുടെ ചില്ല് കൊണ്ടുവന്ന് അത് പൊടിച്ച് പുതിയ കുപ്പി ഉണ്ടാക്കാനുള്ള സാധനം വരെ, അതിൻ്റെ ആ മെഷീൻ വരെ വെക്കാനുള്ള സ്ഥലം വേണം, വേണ്ടേ. ഇതിൻ്റെ ഈ ഡ്രിങ്ക് പ്രിപ്പയർ ചെയ്യാനുള്ള സ്ഥലം വേണം, ആ ഡ്രിങ്ക് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം വേണം, പിന്നീട് അത് ഓരോ കുപ്പിക്കകത്തേക്കും മാറ്റാൻ വേണ്ടി ആ കുപ്പി ഇങ്ങനെ അറേഞ്ച് ചെയ്ത് അതിലേക്ക് ഒഴിക്കുന്ന ഒരു മെഷീൻ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ കുപ്പിക്കകത്തേക്ക് ഈ ഡ്രിങ്ക് നിറയ്ക്കുന്ന ഒരു മെഷീനുണ്ട്, അത് വെക്കാനുള്ള സ്ഥലം വേണം. അങ്ങനെ എന്തോരം സ്ഥലങ്ങളുണ്ടായാലും ഇതെല്ലാം നമ്മുടെ പ്ലാൻ ലേഔട്ടിൽ, ഈ പ്രൊഡക്റ്റ് നമ്മുടെ പ്ലാൻ ലേഔട്ടിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. സിന്തറ്റിക്, അനലിറ്റിക്കൽ, കണ്ടീഷണൽ ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് ഉണ്ട്. അതിൽ എന്താ പറയുക, അതിൽ ഈ ഓരോ ഇൻഡസ്ട്രീസിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർമിറ്റൻ്റ് ഇൻഡസ്ട്രിയും കണ്ടിന്യൂസ് ഇൻഡസ്ട്രിയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെദർ ദ ഇൻഡസ്ട്രി ഈസ് ക്ലാസിഫൈഡ് അണ്ടർ സിന്തറ്റിക്, analytical, conditional and extraction industries, and again whether the industries has intermittent production or continuous production has a relevance to the type of layout employed. അതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻഡസ്ട്രീസിനെ ഇങ്ങനെ 4 ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? സിന്തറ്റിക്, അനലിറ്റിക്കൽ, കണ്ടീഷണൽ ആൻഡ് എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രീസ് എന്ന് ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഇൻ്റർമിറ്റൻ്റ് പ്രൊഡക്റ്റ് ആണോ കണ്ടിന്യൂസ് പ്രൊഡക്റ്റ് ആണോ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതും ഒരു കൺസിഡറേഷനാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ വർക്കേഴ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ജെൻഡർ ഓഫ് എംപ്ലോയീസ്, മെൻ ഓർ വിമൻ. ഓക്കെ, സോറി, നമ്മുടെ പ്ലാൻ ലേഔട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഫാക്ടറാണ്, ലേഔട്ട് ചോയ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഏറ്റവും അവസാനത്തെ ഫാക്ടറാണ് എന്ത്? വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർക്കേഴ്സിൻ്റെ ജെൻഡർ, അതുപോലെ പൊസിഷൻ ഓഫ് ദ എംപ്ലോയീസ് വൈൽ വർക്കിംഗ്, സ്റ്റാൻഡിംഗ് ഓർ സിറ്റിംഗ്, എംപ്ലോയി ഫെസിലിറ്റീസ് നീഡഡ് സച്ച് ആസ് ലോക്കർ റൂം, റെസ്റ്റ് റൂം, ടോയ്ലറ്റ്സ്, ക്യാൻറ്റീൻസ്, കോഫി ഓർ ടീ ബേസ്. ഓക്കെ, ഓരോ വർക്കേഴ്സും അവരുടെ ജെൻഡർ മെയിലാണോ ഫീമെയിൽ ആണോ എന്നുള്ളത്, ഫീമെയിലിനൊക്കെ വേറെ സെപ്പറേറ്റ് റെസ്റ്റ് റൂം വേണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ലോക്കർ റൂം ഉണ്ടാവണം, റെസ്റ്റ് റൂംസ്, ടോയ്ലറ്റ്സ്, ക്യാൻറ്റീൻസ്, ഇതെല്ലാം എംപ്ലോയീസിന്, വർക്കേഴ്സിന് വേണ്ടി ഈ പ്ലാൻ ലേഔട്ടിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്ലാൻ ലേഔട്ട് പ്രിൻസിപ്പിൾസ്. പ്ലാൻ ലേഔട്ടിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ദ ലേഔട്ട് സെലക്റ്റഡ് ഇൻ കൺഫോമിറ്റി വിത്ത് ദ ലേഔട്ട് പ്രിൻസിപ്പിൾസ് ഷുഡ് ബി ആൻ ഐഡിയൽ വൺ, ആൻഡ് ദീസ് principles are principles of minimum travel. Men and material should travel the shortest distance between operations so as to avoid waste of labor and time and minimize the cost of material handling. എന്താണ് മിനിമം ട്രാവൽ പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസ് ആണെങ്കിലും നമ്മുടെ വർക്കേഴ്സ് ആണെങ്കിലും ഒക്കെ മിനിമം ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തായിരിക്കണം ജോലിയിലേക്ക് അല്ലെങ്കിൽ ഈ ഫാക്ടറിയിലേക്ക് എത്തുന്നത്. എന്തുകൊണ്ടാണ്? ആളുകൾ കൂടുതൽ ദൂരം യാത്ര ചെയ്ത് വന്നു അവർ മടുത്താണ് വരുന്നത്, അവർക്ക് ജോലി ചെയ്യാനുള്ള എനർജി കുറയുന്നു. അതുപോലെ റിസോഴ്സസ് കുറേ ദൂരം യാത്ര ചെയ്ത് വരുമ്പോൾ ചിലപ്പം നശിച്ചു പോകുന്ന പെരിഷബിൾ ആയിട്ടുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ ആണെങ്കിൽ അത് ചീത്തയായി
പോകാനുള്ളത്, നഷ്ടം വരാനുള്ളത് സാധ്യതകളുണ്ടെന്നാണ് പറയുന്നത്. ദെൻ സെക്കൻഡ് വൺ ഈസ് പ്രിൻസിപ്പിൾസ് ഓഫ് സീക്വൻസ് ആണ്. മിഷനറി ആൻഡ് ഓപ്പറേഷൻസ് ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ മിഷൻസും കൃത്യമായിട്ട്, ഇപ്പം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, കൊക്കക്കോള ഫാക്ടറിയുടെ ഒരു ഇത് പറഞ്ഞു, ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു. അതിൽ ഇവർ വേസ്റ്റ് ചില്ലുകളെല്ലാം പൊടിച്ച് അത് വെച്ചിട്ട് അവരുടെ പുതിയൊരു കുപ്പി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. അതുണ്ടാക്കുന്ന ആ മിഷൻ്റെ തൊട്ടടുത്ത് ഞാൻ വെച്ചേക്കണ മിഷൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ വെച്ചിരിക്കുന്ന മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന മിഷനാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ ഡ്രിങ്ക് ഉണ്ടാക്കുന്ന മിഷനാണ് ഇതിൻ്റെ തൊട്ട് കീഴെ ഞാൻ വെച്ചേക്കുന്നത്. എന്ത് കുപ്പിയുടെ ചില്ല് പൊടിക്കുന്ന, കുപ്പിക്ക് ആവശ്യമായ ചില്ല് പൊടിക്കുന്ന മിഷൻ്റെ അടുത്ത് ഡ്രിങ്ക് ഉണ്ടാക്കുന്ന മിഷൻ വെച്ചേക്കുന്നു. അതിൻ്റെ അപ്പുറേ ഈ ചില്ലിൽ നിന്ന് കുപ്പി ഉണ്ടാക്കുന്ന മിഷൻ വെച്ചേക്കുന്നു. അങ്ങനെ വന്നാൽ ശരിയാവോ? എങ്ങനെയാണ്? ചില്ല് പൊടിക്കുന്ന മിഷൻ്റെ അടുത്ത് തൊട്ടടുത്ത് തന്നെ അത് കുപ്പിയാക്കി മാറ്റുന്ന കുപ്പിയുടെ ഷേപ്പിലേക്ക് മാറ്റുന്ന മിഷൻ വെക്കണം. അതിൻ്റെ അപ്പുറേ ഈ കുപ്പിക്ക് ലേബൽ ഒട്ടിക്കുന്ന മിഷൻ വെക്കണം. അതിൻ്റെ അപ്പുറം എന്താണ് ചെയ്യേണ്ടത്? അതിനോട് ചേർന്നാണ് ഈ ഡ്രിങ്ക് ഇരിക്കുന്ന മെഷീൻ വെക്കേണ്ടത്. അതിനോട് ചേർന്ന് ഈ കുപ്പിയിലേക്ക് ഡ്രിങ്ക് നിറയ്ക്കുന്ന മെഷീൻ വെക്കണം. അങ്ങനെ ഒരു സീക്വൻസിൽ വേണ്ടേ നമ്മൾ അറേഞ്ച് ചെയ്യാൻ, എന്നാലേ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുകയുള്ളൂ. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് സീക്വൻസ് ആൻഡ് പ്രിൻസിപ്പിൾ ഓഫ് യൂസേജ്. എവറി യൂണിറ്റി ഓഫ് അവൈലബിൾ സ്പേസ് ഷുഡ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസ് നമ്മൾ നല്ല എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെന്ന് മാത്രമാണ് പ്രിൻസിപ്പിൾ ഓഫ് യൂസേജ് കൊണ്ട് പറയുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് കമ്പാക്ട്നെസ് ആണ് നെക്സ്റ്റ് വൺ. ദർ ഷുഡ് ബി എ ഹാർമോണിയസ് fusion of all the relevant factors so that the final layout look well integrated and compact. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാം എന്താ, കൃത്യമായിട്ടുള്ള ഒരു ഓർഡറിൽ തന്നെ ആയിരിക്കണം നമ്മുടെ ലേഔട്ട് വരുന്നതെന്നുള്ളത്. നമ്മൾ അവസാനം നോക്കിക്കഴിയുമ്പോൾ ദാറ്റ് ഈസ് വെരി എഫക്റ്റീവ് അല്ലെങ്കിൽ വെരി എഫിഷ്യൻ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ലേഔട്ട് ആയിരിക്കണം എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് കോമ്പാക്ട്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് സേഫ്റ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. അത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്കേഴ്സിൻ്റെ സേഫ്റ്റിയും സാറ്റിസ്ഫാക്ഷനും എല്ലാം നമ്മൾ നമ്മുടെ ബിസിനസ് ഇൻഷുർ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒത്തിരി ഡിഫിക്കൽറ്റി ഒന്നുമില്ലാത്ത മിനിമം കോസ്റ്റിലുള്ള പ്രൊഡക്ഷൻ നടക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കണം ഈ ബിസിനസ്സിൻ്റെ അകത്ത് നടക്കുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. അതെന്താണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പം ഒരുപാട് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നഷ്ടം വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ അത് ഫുള്ള് നമുക്ക് കിട്ടാതെയൊക്കെ വന്നേക്കാം. പക്ഷേ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് മാക്സിമം ഗുഡ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ഗോൾ എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത്രയാണ് നമ്മുടെ പ്ലാൻ ലേഔട്ടിൻ്റെ പ്രിൻസിപ്പിൾസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് എന്താണ്? type of layout ആണ്. A layout essentially refers to the arranging and grouping of machines which are meant to produce goods. ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഷീൻസിനെ അറേഞ്ച് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നതിനാണ് ലേഔട്ട് എന്ന് പറയുന്നത്. ഗ്രൂപ്പിംഗ് ഈസ് ഡൺ ഓൺ ഡിഫറെൻറ്റ് ലൈൻസ്. വേറെ വേറെ രീതികളിൽ അല്ലെങ്കിൽ വേറെ വേറെ ലൈൻസിലാണ് ഗ്രൂപ്പിംഗ് ചെയ്യുന്നത്. ദി ചോയ്സ് ഓഫ് എ പർട്ടിക്കുലർ ലൈൻ ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടർ. ഒരു ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഒരു ഗ്രൂപ്പിങ്ങിനുള്ള ലൈൻ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരുപാട് ചോയ്സസിനെ കൺസിഡർ ചെയ്തുകൊണ്ടാണ്. ദ മെത്തേഡ് ഓഫ് ഗ്രൂപ്പിംഗ് ഓർ ദ ടൈപ്പ് ഓഫ് ലേഔട്ട് ആർ. ഈ മെത്തേഡ്സിനെ അല്ലെങ്കിൽ ഈ ടൈപ്സ് ഓഫ് ലേഔട്ട് ഏതൊക്കെയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ലേഔട്ട് ഓർ ഫങ്ഷണൽ ലേഔട്ട് ഓർ ജോബ് ഷോപ്പ് ലേഔട്ട്. ദെൻ സെക്കൻഡ് വൺ ഈസ് product layout or line processing layout or flow line layout. The next one is fixed position layout or static layout. And fourth one is cellular manufacturing layout or group technology layout. And fifth one is combination or hybrid layout. അപ്പം അതിൻ്റെ ഇത്ര 5 ടൈപ്പ് ഓഫ് ലേഔട്ട് ആണുള്ളത്. പഠിച്ചു വെക്കുക. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. തിയറി നമുക്ക് എവിടെ വേണമെങ്കിലും ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. നമുക്ക് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് തൊട്ട് അങ്ങോട്ട് എവിടെ വേണമെങ്കിലും ചോദിക്കാവുന്നൊരു ചോദ്യമാണ് ഇതൊക്കെ. ദെൻ ഫസ്റ്റ് വൺ ഈസ് പ്രോസസ് ലേഔട്ട് ആണ്. ഓൾസോ നോൺ ആസ് ഫങ്ഷണൽ ലേഔട്ട് or layout for jobs, lot manufacture or batch production layout. The process layout involves a grouping together of similar machineries in one department. ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് ബാധകമായിട്ടുള്ള എല്ലാ മെഷീനറീസും ഒരിടത്ത് ഗ്രൂപ്പ് ചെയ്യുന്നതിനെയാണ് പ്രോസസ് ലേഔട്ട്. അതായത് ഒരു പ്രോസസ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ മെഷീൻസും ഒരിടത്ത് തന്നെ നമ്മൾ ഗ്രൂപ്പായിട്ട് ഒരിടത്ത് തന്നെ വെക്കുന്നതിനെയാണ് പ്രോസസ് ലേഔട്ട് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ
Missions performing drilling operations are installed in the drilling department. Missions providing turning performing turning operations are grouped in the turning department and so on. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള എല്ലാ മിഷൻസും ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നു എന്നുള്ളതാണ് ഒരു എക്സാമ്പിൾ അവർ പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് വേ ദർ വുഡ് ബി ആൻ ഇലക്ട്രോപ്ലേറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എ പെയിൻറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, എ മെഷീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് ലൈക്ക് സിമിലർലി മെഷീൻസ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം എന്താ പറയുക, നമുക്ക് പെയിൻറ്റിങ്ങിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം പെയിൻറ്റിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നു, ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള മെഷീൻസ് എല്ലാം ഡ്രില്ലിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നു. അങ്ങനെ നമ്മുടെ ഓരോ കാര്യത്തിനും ആവശ്യമായിട്ടുള്ള മെഷീൻസ് എല്ലാം ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കുന്നു. അതാണ് എന്ത് പ്രോസസ് ലേഔട്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിൽ എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ അതിനൊരു എക്സാമ്പിൾ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിലിപ്പം എത്ര മിഷൻസ് ഉണ്ട് എന്നുള്ളത്, അത് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് കാണിച്ചിരിക്കുന്നത്. മില്ലിംഗ് മിഷൻസ് 5 എണ്ണമുണ്ട്, അത് 5 എണ്ണവും ആ മില്ലിംഗ് മിഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിരിക്കുന്നു. ഡ്രില്ലിംഗ് മിഷൻസ് 9 എണ്ണമുണ്ട്, ആ 9 എണ്ണവും ഡ്രില്ലിംഗ് മിഷൻസിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിരിക്കുന്നു. ഗ്രൈൻഡിങ് മിഷൻസ് ഒരു 5 എണ്ണമുണ്ട്, അതും ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വെച്ചിരിക്കുന്നു. അങ്ങനെ നമുക്കൊരു എക്സാമ്പിൾ ഒരു പിക്ചർ അവർ കാണിച്ചിട്ടുണ്ട് നമുക്ക്. ദെൻ നെക്സ്റ്റ് വരുന്ന പാരഗ്രാഫിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽ ഈസ് ഇഷ്യൂഡ് ടു എ മിഷൻ വിച്ച് പെർഫോംസ് ദ ഫസ്റ്റ് ഓപ്പറേഷൻ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഏറ്റവും ആദ്യത്തെ ഓപ്പറേഷൻ എന്താണോ അത് ചെയ്യാൻ നമ്മൾ എന്താണ് എ ക്വാണ്ടിറ്റി ഓഫ് റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദിസ് മിഷൻ മേ ബി സിറ്റുവേറ്റഡ് എനിവെയർ ഇൻ ദ ഫാക്ടറി. ഈ മിഷൻ ഫാക്ടറിയുടെ എവിടെ വേണമെങ്കിലും ആയിരിക്കാം, ഏത് ഭാഗത്ത് വേണമെങ്കിലും ആയിരിക്കാം. For the next operation, a different mission may be required, which may be situated in another part of the factory. The material should be transported to the other mission for the operation. Thus, material would move long distance and along crisscrossing path. At one stage, the material may be taken to a separate building, say for heat treatment, and then brought back for grinding. If mission is in one department are engaged, the partly finished product awaiting operations may be taken to the store and later reissued and for production. Partly finished goods would be waiting for processing in every department, like commuters waiting for buses in a city. ഇതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ആദ്യത്തെ പ്രൈമറി ആയിട്ടുള്ള നമ്മുടെ ഓപ്പറേഷന് വേണ്ടി നമ്മൾ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ റോ മെറ്റീരിയൽസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജിലേക്ക് പോകുമ്പോൾ അതിനുള്ള മെഷീൻ ഇരിക്കുന്ന ബിസിനസ്സിൻ്റെ വേറെ ഏതെങ്കിലും ഭാഗത്തായിരിക്കാം, ആ ഭാഗത്ത് കൊണ്ടുപോകണം. ബിസിനസ്സിൻ്റെ ആ പാർട്ടിൽ ചിലപ്പോൾ അത് വേറൊരു ബിൽഡിങ്ങിലായിരിക്കും ആ മെഷീൻ ഇരിക്കുന്നത്, ആ അവിടെ കൊണ്ടുപോയി നമ്മളത് ചെയ്തിട്ട് വീണ്ടും എടുത്തിട്ട് വരണം. ശല്യം, അത് തിരിച്ചു കൊണ്ടുവരേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ മെറ്റീരിയൽസ് എല്ലാം ക്രോസ് പാത്ത് ചെയ്യാനും നശിച്ചു പോകാനും ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. ദെൻ തേർഡ് വണ്ണിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മിഷൻസ് ഇൻ ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അറ്റൻഡ് ടു എനി പ്രൊഡക്റ്റ് ദാറ്റ് ഈസ് ടേക്കൺ ടു ദം. ദീസ് മിഷൻസ് ആർ therefore called a general purpose mission. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം ആക്ടിവിറ്റീസ് ചെയ്യുന്ന ഒരു മിഷൻ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ അങ്ങനത്തെ മിഷൻസ് ഉണ്ടാവും, അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉണ്ടാവാം. ഒന്നിലധികം ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു മിഷൻ, ആ മിഷനെയാണ് എന്താണെന്നാണ് വിളിക്കുന്നത്, ജനറൽ പർപ്പസ് മിഷൻ എന്ന് വിളിക്കുന്നത്. Work has to be allotted to each department in such a way that no mission of any department is ideal. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിനും ഈക്വലായിട്ട് നമ്മൾ ഈ വർക്ക്സ് എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കണമെന്നുള്ളതാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് കരുതിയിട്ട് ഒരാൾക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാനോ അല്ലെങ്കിൽ ഒരാളെ കൂടുതൽ കഷ്ടപ്പാടുള്ള രീതിയിലോ വരരുത് എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യേണ്ടതാണ്. ഇങ്ങനെ ഓരോ പ്രോസസ്സിൻ്റെ ബേസ്ഡ് ആയിട്ട് നമ്മൾ മിഷൻസ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ മനസ്സിൽ വെക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്. എന്തൊക്കെയാണ്? ആദ്യത്തേത് കൺവീനിയൻസ് ഫോർ ഇൻസ്പെക്ഷൻ. ഓരോ ഇൻസ്പെക്ഷനും കൺവീനിയൻ്റ് ആയിട്ടുള്ളിടത്തായിരിക്കണം ഓരോ മിഷൻസും പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ സൂപ്പർവിഷൻ നമുക്ക് എളുപ്പമുള്ള രീതിയിലായിരിക്കണം ഓരോ മിഷൻസും നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. തേർഡ് വൺ ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഡിപ്പാർട്ട്മെൻറ്റ് നീഡ് ടു ബി ആസ് ഷോർട്ട് ആസ് പോസിബിൾ. ഓരോ ഡിപ്പാർട്ട്മെൻറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഏറ്റവും മാക്സിമം കുറച്ചായിരിക്കണം നമ്മൾ ഉണ്ടായിരിക്കേണ്ടത്. എന്തുകൊണ്ടാണ്? ലോങ് ഡിസ്റ്റൻസ് ആണെങ്കിൽ ഈ മെറ്റീരിയൽ എല്ലാം എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി കഴിയുമ്പോൾ ഒത്തിരി നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ദെൻ ലാസ്റ്റ് വൺ ഈസ് ത്രൂ സിമിലർ മിഷൻസ് ആർ Though similar missions are grouped in one department, the department themselves should be located in accordance with the principle of sequence of operations.
For example, in ST plant, the operations are smelting, casting, rolling, etc. These different departments may be arranged in the order to avoid ക്രോസ് ഓവർ ആൻഡ് ബാക്ക് ട്രാക്കിംഗ് ഓഫ് മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പം ഒന്നിലധികം ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവാം, പക്ഷെ ആ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഒരു ഓർഡർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീൽ പ്ലാന്റ് ആണെങ്കിൽ അവിടെ ആദ്യമേ മെൽറ്റിംഗ്, പിന്നെ കാസ്റ്റിംഗ്, പിന്നെ റോളിംഗ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പം എന്താണ്, ആദ്യമേ മെൽറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, ദെൻ റോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അങ്ങനെ ഒരു ഓർഡറിലാണ് എങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് നമ്മുടെ പ്രോസസ്സ് എളുപ്പമാക്കി തരുമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് എ ഫോർത്ത് പ്രിൻസിപ്പിൾ. ദീസ് ആർ ദ 4 principles that should be kept in mind while we are grouping missions according to the process type. ദെൻ നെക്സ്റ്റ് പറയുന്നത്, നെക്സ്റ്റ് ആയിട്ടുള്ള ടൈപ്പ് പ്രൊഡക്റ്റ് ലേഔട്ട് ആണ്. അത് ഓൾസോ നോൺ എ സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ട് ഓർ ലേഔട്ട് ഫോർ serialized manufacture. The product layout involves the arrangement of machines in one line depending upon the sequence of operation. എന്താണ് പ്രൊഡക്റ്റ് ലേഔട്ട് കൊണ്ട് നമ്മുടെ എല്ലാ മിഷൻസും നമ്മുടെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ്റെ ബേസിസിൽ നമ്മൾ ഒരു ലൈനിൽ തന്നെ അറേഞ്ച് ചെയ്യുന്നു. മെറ്റീരിയൽസ് ഈസ് ഫെഡ് ഇൻ ടു ദ ഫസ്റ്റ് മിഷൻ ആൻഡ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് കം ഔട്ട് ഓഫ് ദ ലാസ്റ്റ് മിഷൻ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താണ്, ഒരു മെറ്റീരിയൽ നമ്മൾ ആദ്യത്തെ മിഷനിൽ കൊടുത്താൽ ബാക്കി എല്ലാ ഓരോ പ്രോസസ്സിലൂടെയും കടന്നു പോയി ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും ലാസ്റ്റ് മിഷനിൽ നിന്ന് പുറത്ത് വരുന്നത്. ഇൻ ബിറ്റ്വീൻ പാർഷ്യലി ഫിനിഷ്ഡ് ഗുഡ്സ് മൂവ് ഫ്രം വൺ മിഷൻ ടു അനദർ മിഷൻ. ഇതിൻ്റെ ഇടയ്ക്ക് പാർഷ്യലി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഗുഡ്സ് ഒരു മിഷൻ്റെ അകത്ത് നിന്ന് അടുത്ത മിഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ദെൻ ദ ഔട്ട്പുട്ട് ഓഫ് വൺ മിഷൻ ബിക്കമിങ് ദ ഇൻപുട്ട് ഫോർ ദ നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്, ഒന്നാമത്തെ മിഷനിൽ റോ മെറ്റീരിയൽസ് ഇട്ടു, അത് കുറച്ച് മോൾഡിംഗ് ഒക്കെ നടത്തി അടുത്ത മിഷനിലേക്ക് വരുന്നു. അപ്പം ഒരു മിഷനിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് അടുത്ത മിഷൻ്റെ ഇൻപുട്ടാണ് ആകുന്നുണ്ട്. ഓക്കെ. ഇൻ ഷുഗർ മിൽസ്, ഷുഗർ കെയിൻ ഫെഡ് അറ്റ് വൺ എൻഡ് ഓഫ് ദ മിൽ കംസ് ഔട്ട് ആസ് ഷുഗർ അറ്റ് ദ അതർ എൻഡ്. അതൊരു എക്സാമ്പിളാണ്. ഷുഗർ കെയിൻ ആണ് നമ്മൾ ഷുഗർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഒരു മില്ലിൻ്റെ ഒരു ഭാഗത്തുള്ള ഒരു മിഷൻ്റെ അകത്ത് നമ്മൾ ഷുഗർ കെയിൻ കയറ്റി വിടുന്നു, അതിൻ്റെ അവസാനത്തെ മിഷനിലൂടെ പുറത്ത് വരുന്നത് എന്താണ്, ഷുഗറാണ് പുറത്ത് വരുന്നത് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. സിമിലർലി ഇൻ പേപ്പർ മിൽ, ബാമ്പു ആണ് നമ്മൾ ആദ്യത്തെ മിഷനിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത്, അല്ല റോ മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നത്, അതിൽ നിന്ന് പുറത്ത് വരുന്നത് എന്താണ്, പേപ്പറാണ്. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ product layout, if there are more than one line of production, there are as many line of missions. ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്റ്റ് ലേഔട്ടിൽ നമ്മൾ നോക്കുമ്പം ഒന്നിലധികം പ്രൊഡക്ഷൻ ലൈൻ ഉണ്ട് എങ്കിൽ അത്രയധികം മിഷൻ ലൈൻസും ഉണ്ടാവും, അല്ലേ? പ്രൊഡക്റ്റ് ലൈൻ കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സ് കൂടുന്നതനുസരിച്ച് മെഷീൻസിൻ്റെ എണ്ണവും കൂടുന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ എംഫസൈസ് ഹിയർ ദെയർഫോർ ഈസ് on special purpose machines in contrast to general purpose machines which are installed in the process layout. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ജനറൽ പർപ്പസ് മെഷീന് പകരം സത്യത്തിൽ സ്പെഷ്യൽ പർപ്പസ് മിഷൻസ് നമ്മളിവിടെ ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. എന്തുകൊണ്ടാണ്? ഒന്നിലധികം പ്രൊഡക്ഷൻ ലൈനാണ്. അപ്പം ഒരുപാട് മിഷൻസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഇതിനെല്ലാത്തിനും കൂടെ പറ്റുന്ന ഒരു സ്പെഷ്യൽ മിഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു 3-4 ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ മിഷൻ കണ്ടെത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അത് യൂസ് ചെയ്യുക എന്നുള്ളത് ഒരു എഫക്റ്റീവായിട്ടുള്ള വേ ആയിരിക്കും. Consequently, the investment on missions in a straight line layout is higher than the investment on missions in a functional layout. അതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ലേഔട്ടിൽ ഉണ്ടാകുന്നേക്കാൾ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മളൊരു ഫങ്ഷണൽ ലേഔട്ടിൽ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പ്രൊഡക്റ്റ് ലൈൻ അനുസരിച്ച് മെഷീൻസിനെ ഗ്രൂപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൈൻഡിൽ വെക്കേണ്ട കുറച്ചൊരു 4 പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ഒന്നാമത് തന്നെ, ഓൾ ദ മിഷൻ ടൂൾസ് ഓർ അതർ ടൈപ്പ് ഓഫ് എക്യുപ്മെൻറ്റ്സ് മസ്റ്റ് ബി പ്ലേസ്ഡ് അറ്റ് ദ പോയിൻറ്റ് ഡിമാൻഡഡ് ബൈ ദ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ്. എന്താ പറയുക, ഈ ഓപ്പറേഷൻസിൻ്റെ സീക്വൻസ് അനുസരിച്ചായിരിക്കണം നമ്മുടെ മിഷൻസ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ്സ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. രണ്ടാമത് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടെസ്റ്റിങ്ങും പാക്കിങ്ങും എല്ലാം ഈ ലൈനിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കണം. അല്ലാതെ പാക്കിങ് വേറെ എവിടെയെങ്കിലും കൊണ്ട് വെച്ച് ചെയ്യാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ പാടല്ലേ. ഇതിൻ്റെ ഒപ്പം തന്നെ ആ പാക്കിങ്ങിൻ്റെ മെഷീനും കൂടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കണം. ദെൻ തേർഡ് വൺ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽസ് മേ ബി ഫെഡ് where they are required for assembly but not necessarily at one point. മെറ്റീരിയൽസ് നമ്മൾ എന്താ പറയുക,
അതിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അസംബിൾ ചെയ്യുന്നത് നമുക്കത് ആ റിക്വയർഡ് ഫോമിൽ തന്നെ അറേഞ്ച് ചെയ്ത് പോകാം, അല്ലാതെ ഒരു സർട്ടൺ പോയിന്റിൽ മാത്രമേ പറ്റുള്ളൂ എന്നൊന്നുമില്ല. ദെൻ ലാസ്റ്റ് വൺ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി നോ പോയിന്റ് വെയർ വൺ ലൈൻ ക്രോസ് അനദർ ലൈൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ക്രിസ് ക്രോസ് ചെയ്തൊന്നും പോകാൻ വേണ്ടി പാടില്ല. ഒരു സ്ട്രെയിറ്റ് ലൈനിലായിരിക്കണം നമ്മൾ മെഷീൻസ് അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലാതെ ഇതിൻ്റെ ഇടയ്ക്കൂടെ വേറെ കുറച്ച് മെഷീൻസ് ഒന്നും കൊണ്ട് വെക്കാനൊന്നും പാടില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. കെമിക്കൽസ്, പേപ്പർ, ഷുഗർ, റബ്ബർ, റിഫൈനറി, സിമെൻറ്റ് ഇൻഡസ്ട്രി ഒക്കെ ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലേ ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഫിക്സഡ് പൊസിഷനാണ് നെക്സ്റ്റ് പറയുന്നത്. ആക്ച്വലി അത് നമ്മുടെ അടുത്ത ടൈപ്പ് ഓഫ് ലേ ഔട്ടാണ്. നമ്മൾ 2 പഠിച്ചു. നമ്മുടെ പ്രോസസ് ലേ ഔട്ടും പ്രോഡക്റ്റ് ലേ ഔട്ടും പഠിച്ചു. നെക്സ്റ്റ് ഫിക്സഡ് ലേ ഔട്ടാണ്, അല്ലെങ്കിൽ ലേ ഔട്ട് ഇൻ ദ ഫോം ഓഫ് ഫിക്സഡ് പൊസിഷൻ ആണ് പറയുന്നത്. അതിൽ ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. As the term itself implies, the fixed position layout involves the movement of men and machines to the product which remains stationary. Okay. എന്താണ് ഫിക്സഡ് പൊസിഷൻ ലേഔട്ട് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ എനിക്കത് കോമഡി ആയിട്ട് തോന്നുന്നു. മിഷൻസും ഇതിൻ്റെ പ്രവൃത്തി ചെയ്യുന്ന ആളുകളെല്ലാം ഈ പ്രൊഡക്റ്റ് ഇരിക്കുന്നിടത്തേക്ക്, അല്ലെങ്കിൽ പ്രോസസ്സിന് ആവശ്യമായ സാധനങ്ങൾ ഇരിക്കുന്നിടത്തോട്ട് ചെന്ന് ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ലേഔട്ട് ദ മേജർ ഓർ മൈനർ മെറ്റീരിയൽ കോമ്പോണൻറ്റ് റിമൈൻസ് ഇൻ എ ഫിക്സഡ് ലൊക്കേഷൻ. എന്താണ് മെറ്റീരിയൽ കോമ്പോണൻസ് എല്ലാം ഒരു ഫിക്സഡ് ലൊക്കേഷനിൽ തന്നെയാണ് ഉണ്ടാവുക. ടൂൾസ്, മെഷീനറീസ് ആൻഡ് മെൻ are as well as other piece of materials are brought to this location. ഈ മെറ്റീരിയൽസ് ഇരിക്കുന്നിടത്തേക്ക് നമ്മൾ മെന്നിനെ മിഷൻസിനെ ഒക്കെ എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് മെൻ ആൻഡ് മിഷൻസ് ടു ദ പ്രൊഡക്റ്റ് ഈസ് അഡ്വൈസബിൾ ബിക്കോസ് ദ കോസ്റ്റ് ഓഫ് മൂവിങ് ദം വുഡ് ബി ലെസ് ദാൻ കോസ്റ്റ് ഓഫ് മൂവിങ് ദ പ്രൊഡക്റ്റ് വിച്ച് ഈസ് വെരി ബൾക്കി. ഓക്കെ, അത് ശരിയാണ്. നമുക്കിപ്പം വലിയ ബൾക്കായിട്ടുള്ള വലിയ മെഷീനൊക്കെ ഇരിക്കുന്നിടത്താണെങ്കിൽ, അല്ലെങ്കിൽ മിഷനല്ല, ഒരു ബൾക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ഇരിക്കുന്നിടത്താണെങ്കിൽ നമ്മൾ ഈ ആളുകളെയും മിഷൻസും അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് നമുക്ക് കോസ്റ്റ് കുറവെങ്കിൽ അത് ചെയ്യുന്നതല്ലേ നല്ലത്. അല്ലാതെ ഈ ബൾക്കായിട്ടുള്ള ഈ സാധനം എല്ലാം കൂടി എടുത്തുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കൂടുതൽ കോസ്റ്റ് ആയാലോ, ആളുകളെ അങ്ങോട്ട് കൊണ്ടുപോകുന്നതൊക്കെ കൂടുതൽ കോസ്റ്റ് ആയാലോ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ലേഔട്ട്, ദിസ് ടൈപ്പ് ഈസ് ഫോളോഡ് ഇൻ ദ മാനുഫാക്ചർ ഇഫ് ബൾക്കി ആൻഡ് ഹെവി പ്രോഡക്ട്സ് സച്ച് എസ് നമുക്ക് അറിയാം ലോക്കോമോട്ടീവ്, ഷിപ്സ്, ബോയിലേഴ്സ്, എയർക്രാഫ്റ്റ് ആൻഡ് ജനറേറ്റേഴ്സ് ഒക്കെ ഉള്ളിടത്ത് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആളുകൾ അങ്ങോട്ട് ചെല്ലും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു ബോക്സിൽ കാണിച്ചേക്കുന്ന ഷിപ്പാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഷിപ്പ് ഉണ്ടാക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ മെറ്റീരിയൽസ് എല്ലാം പലയിടത്ത് വെച്ചിട്ട് ഓരോ സാധനങ്ങൾ വീതം എല്ലാം ഇതിൻ്റെ ഓരോരോ പാർട്സ് ഉണ്ടാക്കി നമ്മൾ ഓരോയിടത്ത് കൊണ്ടുവന്നിട്ട് ഇത് അതിൻ്റെ ആളുകൾ ഇത് അറേഞ്ച് ചെയ്യാനുള്ള ആളുകളെയും കൊണ്ടുവന്നിട്ട് ഇത് ഷിപ്പായിട്ട് അസംബിൾ ചെയ്തെടുക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് മിക്സഡ് ലേഔട്ട് ഓർ കമ്പൈൻഡ് ലേഔട്ട് ആണ് പറയുന്നത്. അതിലെന്താ പറയുന്നത് നമുക്ക് നോക്കാം. 4th ടൈപ്പ് ഓഫ് ലേഔട്ട് ആണ്. The application of the principle of product layout or process layout in their strict meaning is difficult to come across. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ലേഔട്ട് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ലേഔട്ട് സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. കോമ്പിനേഷൻ ഓഫ് ദ പ്രൊഡക്റ്റ് ആൻഡ് process layout with an emphasis on either is noticed in most industrial establishment. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോസസ് ലേഔട്ടിൻ്റെയും പ്രൊഡക്റ്റ് ലേഔട്ടിൻ്റെയും രണ്ടിൻ്റെയും കുറച്ച് ഭാഗങ്ങൾ എടുത്തിട്ട് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് യൂസ് ചെയ്യുന്നതായിട്ട് നമ്മൾ പല ഇൻഡസ്ട്രീസിലും കണ്ടിട്ടുണ്ട്. പ്ലാൻസ് ആർ നെവർ ലെയ്ഡ് ഔട്ട് ഇൻ എയ്തർ പ്യുവർ ഫോം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒന്നെങ്കിൽ പ്രോഡക്റ്റ് ലേഔട്ടിൻ്റെ അതേ രീതി തന്നെ ഫോളോ ചെയ്തിട്ട് നമുക്ക് പ്ലാൻസിനെ ലേഔട്ട് ചെയ്യാൻ വേണ്ടി ബുദ്ധിമുട്ടാണ്, അല്ലെ പ്രോസസ് ലേഔട്ട് മാത്രം യൂസ് ചെയ്യാമെന്ന് പറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് പോസിബിൾ ടു ഹാവ് ബോത്ത് ടൈപ്പ് ഓഫ് ലേഔട്ട് ഇൻ ആൻ എഫിഷ്യൻ്റ്ലി കമ്പൈൻഡ് ഫോം ഇഫ് ദ പ്രോഡക്റ്റ് മാനുഫാക്ചർഡ് ആർ സംവാട്ട് സിമിലർ ഓർ നോട്ട് കോംപ്ലക്സ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സിമിലർ ആണ് എങ്കിൽ നമുക്ക് പ്രോസസ് ലേഔട്ടും പ്രൊഡക്റ്റ് ലേഔട്ടിൻ്റെയും രണ്ടിൻ്റെയും പ്രിൻസിപ്പിൾസ് എടുത്തുകൊണ്ട് ഒരുപോലെ ചെയ്യാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് പ്രൊഡക്റ്റ് ലേഔട്ടിൻ്റെയും പ്രോസസ് ലേഔട്ടിൻ്റെയും രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് മിക്സഡ് ലേഔട്ട് ഓർ കമ്പൈൻഡ് ലേഔട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലേ ഔട്ട് ഓഫ് സർവീസ് ഫെസിലിറ്റി ആണ് പറയുന്നത്. അതിൽ പറയുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ദ ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് ഫെസിലിറ്റി ആൻഡ് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ലേ ഔട്ട്സ് ഈസ് ദാറ്റ് മെനി സർവീസ് ഫെസിലിറ്റീസ് എക്സിസ്റ്റ് ടു ബ്രിങ് ടുഗെദർ കസ്റ്റമേഴ്സ് ആൻഡ് സർവീസസ്. അതിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർവീസ് ഫെസിലിറ്റിയും മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക എന്നുള്ളത് എന്താ പറയുക, ഒരു ഡിഫറൻസ് ഉണ്ട്, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് ഫണ്ടമെൻ്റൽ ഡിഫറൻസ് ബിറ്റ്വീൻ സർവീസ് ഫെസിലിറ്റിയും മാനുഫാക്ചറിങ് ഫെസിലിറ്റി ലേ ഔട്ടിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ആൻഡ് സർവീസ് ഒരേ സ്ഥലത്താണ് എന്നുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എവിടെ വെച്ചാണോ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് അതാണ് ആ കസ്റ്റമറിന് അത് കിട്ടുന്ന സ്ഥലം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. സർവീസ് ഫെസിലിറ്റി ലേ ഔട്ട് ഷുഡ് പ്രൊവൈഡ് ഫോർ ഈസി എൻട്രൻസ് ടു ദീസ് ഫെസിലിറ്റീസ് service facility layouts should provide for easy entrance to these facilities for freeways and by thoroughfares, large, well-organized and amply lighted parking areas and well-designed walkways to and for parking areas are some of the requirements of service facilities. അതായത് നമ്മൾ സർവീസ് പാർക്കിംഗ് ലോട്ട്സ് പ്രൊവൈഡ് ചെയ്യുക, പാർക്കിംഗ് ഏരിയ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് സർവീസ് അല്ലേ. അപ്പം ആ പാർക്കിംഗ് ഏരിയയിലേക്ക് കൃത്യമായിട്ട് നമുക്ക് നടന്നു പോകാൻ പറ്റുന്ന ഒരു പാത്ത് കൂടി, എന്ന് വെച്ചാൽ നമ്മൾ പാർക്ക് ചെയ്തേക്കുന്ന കാറിൻ്റെ പാർക്ക് ചെയ്തേക്കുന്നിടത്തേക്ക് കൃത്യമായിട്ട് നടന്നു പോകാനൊരു പാത്ത് ഉണ്ടാവണം. അല്ലാതെ ഈ നമ്മുടെ വാഹനങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ പാത്തിലൂടെ നമ്മൾ നടന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്സിഡൻറ്റ്സ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി അതിൻ്റെ ഒപ്പം തന്നെ ചെയ്തിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ബിക്കോസ് ഓഫ് ഡിഫറെൻറ്റ് ഡിഗ്രീസ് ഓഫ് കസ്റ്റമർ കോണ്ടാക്ട് 2 type ഓഫ് സർവീസ് ഫെസിലിറ്റി ലേഔട്ട് എമേർജസ്. 2 type ഓഫ് സർവീസ് ഫെസിലിറ്റി ലേഔട്ട്സ് ആണ് നിലവിലുള്ളത്. Those that are almost totally designed around the customer receiving and servicing functions and such as bank, and those that are designed around the technologies, processing of physical materials and production efficiency such as hospitals. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് ആ സർവീസ് കിട്ടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്, ബാങ്കും ഹോസ്പിറ്റൽസുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ബാങ്കിൽ നിന്ന് നമുക്കിപ്പോൾ പറയാം, എന്താ പറയുക, മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടല്ലോ, ക്യാഷ് അങ്ങനെ മെറ്റീരിയൽസ് കിട്ടുന്നുണ്ട്. എന്നാൽ ഹോസ്പിറ്റലിൽ അങ്ങനെയുള്ള നമുക്കൊരു സർവീസാണ് കിട്ടുന്നത്. ഫിസിക്കൽ മെറ്റീരിയൽസ് ടെക്നോളജീസ്, ദോസ് ദാറ്റ് ആർ ഡിസൈൻഡ് അറൗണ്ട് ദ ടെക്നോളജീസ്, പ്രോസസ്സിംഗ് ഓഫ് ഫിസിക്കൽ മെറ്റീരിയൽസ് ആൻഡ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അതർ ഫെസിലിറ്റീസ് വിത്ത് റെഫറൻസ് ടു പ്ലാൻ ലേഔട്ട് ആണ് പറഞ്ഞിരിക്കുന്നത്. എ പ്ലാൻ ലേഔട്ട് ഇൻവോൾവ്സ് ബിസൈഡ്സ് ദ ഗ്രൂപ്പിംഗ് ഓഫ് മെഷീനറി ആൻഡ് അറേഞ്ച്മെൻറ്റ് ഫോർ അതർ ഫെസിലിറ്റീസ് ആസ് വെൽ. സച്ച് ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് റിസീവിംഗ് ആൻഡ് ഷിപ്പിംഗ് പോയിൻ്റ്, ഇൻസ്പെക്ഷൻ ഫെസിലിറ്റീസ്, എംപ്ലോയി ഫെസിലിറ്റീസ് ആൻഡ് സ്റ്റോറേജ്. ഇത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാൻ ലേഔട്ടിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ്? ഷിപ്പിംഗ് പോയിൻറ്റ്സ്, അതുപോലെ ഇൻസ്പെക്ഷൻ ഫെസിലിറ്റീസ്, എംപ്ലോയീസിന് ആവശ്യമായ ഫെസിലിറ്റീസ്, സ്റ്റോറേജ് എല്ലാം പ്ലാൻ ലേഔട്ടിൽ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഫെസിലിറ്റീസാണ് എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ലേഔട്ടിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ആദ്യം തന്നെ അവോയ്ഡൻസ് ഓഫ് ബോട്ടിൽ നെക്ക്. Bottlenecks refers to any place in a production process where material tend to pile up or production at rate of speed less rapid than the previous or subsequent operation. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രൊഡക്ഷൻ മുൻപത്തേക്കാളും കുറഞ്ഞതുകൊണ്ട് മെറ്റീരിയൽസ് എല്ലാം കുന്നുകൂടി കിടക്കാൻ സാധ്യതയുണ്ട്. അതിനെ കൃത്യമായിട്ട് സ്റ്റോറേജ് ചെയ്യാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇത്, അല്ലെങ്കിൽ ആ വരുന്ന മെറ്റീരിയൽസിനെ, അവിടെ സ്റ്റോറേജിൽ വരുന്ന മെറ്റീരിയൽസിനെ അഡക്വേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീൻസ് ഉണ്ടായിരിക്കണം എന്നുള്ളതൊക്കെയാണ് എന്താ അവോയ്ഡൻസ് ഓഫ് ബോട്ടിൽ നെക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് അവോയ്ഡൻസ് ഓഫ് അൺനെസറി ആൻഡ് കോസ്റ്റ്ലി ചേഞ്ചസ്. എന്തെങ്കിലും പ്ലാൻ ലേഔട്ടിൽ നമുക്ക് എന്തെങ്കിലും റീഡിസൈൻ ചെയ്യാം, പക്ഷേ അത് വെറുതെ അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ചേഞ്ചസ് വരുത്താതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലേഔട്ടിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ബെറ്റർ പ്രൊഡക്ഷൻ കൺട്രോൾ. പ്രൊഡക്ഷനെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ, അല്ലെങ്കിൽ ബെറ്ററായിട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി, റീസണബിൾ കോസ്റ്റിൽ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ കൂട്ടാൻ സാധിക്കുന്നുണ്ട്. ബെറ്റർ സൂപ്പർവിഷൻ,
നല്ലൊരു ലേ ഔട്ട് കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ നമ്മുടെ ആക്ടിവിറ്റീസിനെ ബിസിനസ്സിലെ ആക്ടിവിറ്റീസിനെ സൂപ്പർവൈസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ എക്കോണമീസ് ഇൻ ഹാൻഡ്ലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയർലി 30% to 40% ഓഫ് ദ മാനുഫാക്ചറിങ് കോസ്റ്റ് ആർ അക്കൗണ്ടഡ് ഫോർ ബൈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ്. എവറി എഫേർട്ട് ഷുഡ് ദെയർഫോർ ബി കൗണ്ട് ടു കട്ട് ഡൗൺ ദ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചറിങ് കോസ്റ്റ് 30% തൊട്ട് 40% വരെ മാനുഫാക്ചറിങ് കോസ്റ്റാണ്. ഈ കോസ്റ്റ് മാക്സിമം കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എഫക്റ്റീവ് യൂസ് ഓഫ് അവൈലബിൾ ഏരിയ, നമ്മൾക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്ഥലം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഇംപ്രൂവ്ഡ് എംപ്ലോയി മൊറൈൽസ്, എംപ്ലോയീസിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും പ്രൊവൈഡ് ചെയ്യുക. ക്വാളിറ്റി ഈസ് ദ മെയിൻ പാർട്ട് ഓഫ് എ പ്രൊഡക്റ്റ്. എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും എന്ത് സർവീസ് ആണെങ്കിലും മാക്സിമം ക്വാളിറ്റിയാണ് ഇപ്പോൾ ആളുകൾ നോക്കുന്നത്. കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം ക്വാളിറ്റിയാണ്. ക്വാളിറ്റി കൺട്രോൾ ഇംപ്രൂവ് ചെയ്യുക. ദെൻ യൂട്ടിലൈസേഷൻ ഓഫ് ലേബേഴ്സ്, നമുക്ക് കിട്ടുന്ന ലേബേഴ്സിനെ അറ്റ് ദ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. അതുപോലെ തന്നെ മിനിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ഡിലേ, പ്രൊഡക്ഷനിൽ ഉണ്ടാകാവുന്ന ഡിലേസിനെ മാക്സിമം മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, എന്താണ് മിനിമം എക്യുപ്മെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ എക്യുപ്മെൻറ്റ്സ് ഒക്കെ മേടിക്കുമ്പം ഏറ്റവും മിനിമം കോസ്റ്റിൽ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് എക്സ്ട്രാ കോസ്റ്റ് വരാത്ത ഏറ്റവും മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദെൻ കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിസോഴ്സ് അഗ്രഗേറ്റ് പ്ലാനിങ് ആണ് പറയുന്നത്. അഗ്രഗേറ്റ് പ്ലാനിങ് എന്താണെന്നുള്ളതാണ്. എന്താണ് പ്ലാനിങ്? ഇൻ്റർമീഡിയറ്റ് ടേം പ്ലാനിങ് ഡിസിഷൻ. ഒരു പ്ലാനിങ് ഡിസിഷൻ്റെ ഇൻ്റർമീഡിയറ്റ് ടേമിലുണ്ടാകുന്ന ഒരു പ്ലാനിങ് ഡിസിഷനെയാണ് അഗ്രഗേറ്റ് പ്ലാനിങ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് പ്ലാനിങ് ദ ക്വാണ്ടിറ്റി ആൻഡ് ടൈമിംഗ് ഓഫ് ഔട്ട്പുട്ട് ഓവർ ദ ഇൻ്റർമീഡിയറ്റ് ടൈം ഹൊറിസോൺ. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ തുടങ്ങി ഒരു 3 മാസം തൊട്ട് 1 വർഷം വരെയുള്ള സമയത്തിൻ്റെ ഇടയ്ക്ക് ക്വാളിറ്റി ആൻഡ് ടൈമിംഗ് ഓഫ് ഔട്ട്പുട്ടിനെ കുറിച്ച് നമ്മൾ വീണ്ടും പ്ലാൻ ചെയ്യുന്നതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ആ പ്ലാനിങ്ങിൻ്റെ പ്രോസസ്സിനെയാണ് അഗ്രഗേറ്റ് പ്ലാനിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Within this range, the physical facilities are assumed to be fixed for the planning period. ഈ സമയം കൊണ്ട്, അല്ലെങ്കിൽ ഈ റേഞ്ചിൽ നമുക്ക് ഫിസിക്കൽ ഫെസിലിറ്റീസ് എന്തോരമാണോ ആവശ്യമുള്ളത് എന്നുള്ളത് നമ്മൾ ഫിക്സ് ചെയ്യുക എന്നുള്ളതാണ്. ഈ പ്ലാൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, നമുക്ക് ഫിക്സ് ചെയ്യാം. ഇപ്പം നമുക്ക് നമ്മൾ എന്ത് പ്രൊഡക്ഷൻ ചെയ്യണം, ഏതൊക്കെ രീതിയിലാണ് എന്നുള്ളത് നമ്മളൊരു 3 മാസം തൊട്ട് 1 വർഷം മുന്നേ വരെ നമുക്ക് പ്ലാൻ ചെയ്യാം. അങ്ങനെ പ്ലാൻ ചെയ്ത് വെക്കുന്നത് കൊണ്ട് എന്ത് പറ്റുന്നു, എന്ത് സാധിക്കുന്നു, നമുക്ക് മാക്സിമം ഫിസിക്കൽ ഫെസിലിറ്റീസ് എല്ലാം യൂസ് ചെയ്തുകൊണ്ട് കൃത്യമായ പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത് പ്രൊഡക്ഷൻ പ്ലാനിങ് ഈസ് ദ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് ടൈം പ്രൊഡക്ഷൻ പ്ലാനിങ് ഇൻ ദ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് ടൈം ഈസ് ടേംഡ് ആസ് അഗ്രഗേറ്റ് പ്ലാനിങ്. നമ്മൾ ഇൻ്റർമീഡിയറ്റ് റേഞ്ച് ഓഫ് ടൈമിൽ പ്രൊഡക്ഷൻ പ്ലാനിങ് നടത്തുന്നതിനെയാണ് അഗ്രഗേറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്. ഇസ് ദസ് കോൾഡ് ബിക്കോസ് ദ ഡിമാൻഡ് ഓൺ ഫെസിലിറ്റീസ് ആൻഡ് അവൈലബിൾ കപ്പാസിറ്റീസ് ഈസ് സ്പെസിഫിക് ഇൻ അഗ്രഗേറ്റ് ക്വാണ്ടിറ്റീസ്. എന്താണ് നമ്മുടെ ഫെസിലിറ്റീസിന് വേണ്ട ഡിമാൻഡും അതുപോലെ നമ്മുടെ അവൈലബിൾ കപ്പാസിറ്റി ഒക്കെ നമുക്ക് അഗ്രഗേറ്റ് ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. അഗ്രഗേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് നമ്പർ ഓഫ് ഓട്ടോമൊബൈൽ വെഹിക്കിൾസ്, അഗ്രഗേറ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് സോപ്പ് എക്സെട്ര എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സമയം കൊണ്ട് എത്ര വെഹിക്കിൾസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളതിനൊരു അഗ്രഗേറ്റ് ക്വാണ്ടിറ്റി പറയുന്നു, അല്ലെങ്കിൽ എത്ര സോപ്പ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളതിൻ്റെ ഒരു അഗ്രഗേറ്റ് ക്വാണ്ടിറ്റി പറയുന്നു. While dealing with production problems, the planning process is normally divided in 3 categories. നമ്മൾ പ്രൊഡക്ഷൻ പ്രോബ്ലംസിനെ കുറിച്ച് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പ്രോബ്ലംസിനെ ഡീൽ ചെയ്യുമ്പോൾ 3 categories ഓഫ് പ്ലാനിങ് പ്രോസസ്സാണുള്ളത്. ലോങ് റേഞ്ച് പ്ലാനിങ്, ഷോർട്ട് റേഞ്ച് പ്ലാനിങ് ആൻഡ് ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് ഓർ അഗ്രഗേറ്റ് പ്ലാനിങ്. ലോങ് റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സിൻ്റെ ഒരു ലോങ് റേഞ്ചിലേക്കുള്ള സ്ട്രാറ്റജിക് ഡിസിഷൻ സച്ചസ് പർച്ചേസ് ഓഫ് ഫെസിലിറ്റീസ്, ഇൻട്രൊഡക്ഷൻ ഓഫ് ന്യൂ പ്രൊഡക്റ്റ്, പ്രോസസ്സസ്, ഇങ്ങനെയുള്ള ഒരു ലോങ് ടൈമിലേക്കുള്ള പ്ലാനിങ് നമ്മൾ ചെയ്യുന്നു. ഷോർട്ട് ടൈമിലേക്കാണെങ്കിൽ ഡേ ടു ഡേ വർക്കിനെ കുറിച്ചുള്ള പ്ലാനിങ് ആണ് ചെയ്യുന്നത്. എന്നാൽ അഗ്രഗേറ്റ് പ്ലാനിങ് ആണെങ്കിൽ ലോങ് ടൈമും അല്ല എന്നാൽ ഷോർട്ട് ടൈമും അല്ല, ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോങ് ടൈമിലേക്ക് ചിലപ്പോൾ നമുക്ക് യൂസ് ആയേക്കാം, എന്നാൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെയും ബാധിക്കുന്നുണ്ടാകും. അങ്ങനെയുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസിനെയാണ് ഇൻ്റർമീഡിയറ്റ് പ്ലാനിങ് ഓർ അഗ്രഗേറ്റ് പ്ലാനിങ്ങിൻ്റെ അകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് പറയുന്നത് അഗ്രഗേറ്റ് പ്ലാനിങ് സ്ട്രാറ്റജീസ് ആണ്. അഗ്രഗേറ്റ് പ്ലാനിങ്ങിന് കുറച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഫസ്റ്റ് വൺ ഈസ് vary the size of the workforce. Output is controlled by hiring or laying off workers in proportion to the change in demand. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ ഡിമാൻഡ് വരികയാണെങ്കിൽ കൂടുതൽ പ്രൊഡക്ഷൻ വരണം. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? കൂടുതൽ വർക്കേഴ്സിനെ എടുക്കണം. ചിലപ്പോൾ നമ്മുടെ വർക്ക് ഫോഴ്സ് ആവശ്യമില്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുകയാണ്. അപ്പോൾ നമുക്ക് അതിന് മാത്രം പ്രൊഡക്ഷൻ വേണ്ട. അപ്പോൾ വർക്ക് ഫോഴ്സിൻ്റെ സൈസ് കുറച്ചുകൊണ്ട് നമുക്ക് പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടി സാധിക്കും. വേരി ദ അവേഴ്സ് വർക്ക്, മെയിൻറ്റെയിൻ ദ സ്റ്റേബിൾ വർക്ക് ഫോഴ്സ് ബട്ട് പെർമിറ്റ് ഐഡിയൽ ടൈം where there is a slack and permit overtime where there is a peak. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്ഷൻ അധികമായിട്ട് ചെയ്യേണ്ടാത്ത സമയത്ത് ഒരു നിശ്ചിത സമയം, ഒരു ഐഡിയൽ ടൈം കീപ്പ് ചെയ്യുക നമ്മുടെ വർക്കേഴ്സിൻ്റെ വർക്കിംഗ് ടൈം. എന്നാൽ നമുക്ക് നല്ല പീക്ക്, നല്ല എന്താ പറയുക, പീക്ക് സീസണാണ്, നല്ലപോലെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നല്ലപോലെ സെയിൽസ് നടക്കുന്നുണ്ട് എങ്കിൽ ഓവർ ടൈംസും അതിനനുസരിച്ച് അലോട്ട് ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് വെരി ഇൻവെൻറ്ററി ലെവൽസ്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യുന്ന ഇൻവെൻറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ എന്താണ് റോ മെറ്റീരിയൽസ്, നമ്മൾ ആഡ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ദ ലാസ്റ്റ് പ്രിൻസിപ്പൾ ഈസ് subcontract. In case of upward shift in demand from low level, required production rate can be made by using the capacity available with the external vendors. This is known as subcontracting. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഔട്ട്സോഴ്സിംഗ് എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ അങ്ങനെയല്ല. നമുക്ക് ഇപ്പോൾ പറയാമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു ചെറിയ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ എവിടെയെങ്കിലും. അപ്പം നമ്മളിങ്ങനെ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എനിക്കൊരു 500 പേരുടെ ഓർഡർ വരാം. ഒരു കല്യാണമുണ്ട്, എൻ്റെ ഫ്രണ്ട് വന്നിട്ട് പറയും, എടി ഒരു കല്യാണമുണ്ട്, നീ ഞാനൊരു 500 പേരെ വിളിച്ചിട്ടുണ്ട്, നിൻ്റെ ഹോട്ടലിൽ നിന്ന് ഫുഡ് വേണം. അപ്പം ഞാൻ എന്ത് ചെയ്യും? എനിക്കിത് ഇത്രയും ഫുഡ്, ഞാനും എൻ്റെ വീട്ടിൽ ഞാനും എൻ്റെ പപ്പയും അമ്മയും കൂടെ ആയിരിക്കും ചിലപ്പോൾ ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് 3 പേർക്കും കൂടി 500 പേർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും? അടുത്തുള്ള ഹോട്ടലിൽ നിന്നോ അല്ലെങ്കിൽ അടുത്തുള്ള ഏതെങ്കിലും ഒരു കാറ്ററിംഗ് സർവീസുകാരോട് പറയും, എനിക്ക് 500 പേരുടെ ഫുഡ് വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ഫുഡ് അവിടുന്ന് മേടിക്കുന്ന, അല്ലെങ്കിൽ അവരെ കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അവരോട് പറയുകയാണ്, എനിക്ക് ഒരു 400 പേരുടെ ഫുഡ് നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരണം, 100 പേർക്കുള്ള ഫുഡ് ഞാൻ തന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ കുറച്ച് നമ്മുടെ പ്രൊഡക്ഷൻ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന്, അല്ലെങ്കിൽ വേറൊരു കമ്പനീനെ കൊണ്ട് ചെയ്യിച്ച് മേടിക്കുന്നതിനെയാണ് സബ് കോൺട്രാക്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ദീസ് ആർ ദ 4 മെയിൻ എന്താ പറയുക സ്ട്രാറ്റജീസ് ഓഫ് അഗ്രഗേറ്റ് പ്ലാനിങ്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഗൈഡ് ലൈൻസ് ഓഫ് അഗ്രഗേറ്റ് പ്ലാനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്ന കോർപ്പറേറ്റ് പോളിസീസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഡിറ്റർമൈൻ ചെയ്യുക. ഒരു ഗുഡ് ഫോർകാസ്റ്റിംഗ്, പ്ലാനിങ്ങിന് ആവശ്യമായ ഒരു ഗുഡ് ഫോർകാസ്റ്റിംഗ് യൂസ് ചെയ്യുക. ദെൻ തേർഡ് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ചുള്ള കൃത്യമായിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു പ്ലാൻ ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ സ്റ്റേബിൾ വർക്ക് ഫോഴ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുക. ദെൻ നെക്സ്റ്റ് പറഞ്ഞത് ഇൻവെൻറ്ററി കൺട്രോൾ എപ്പോഴും ഉണ്ടായിരിക്കണം. ചേഞ്ചിനനുസരിച്ച് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് മാറാൻ വേണ്ടി സാധിക്കണം. ദെൻ നെക്സ്റ്റ് പറയുന്നത് നമ്മുടെ റെസ്പോണ്ട് ടു ഡിമാൻഡിനെ കൺട്രോൾഡ് മാനർ, നമ്മുടെ ഡിമാൻഡിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ റെഗുലറായിട്ട് ഒരു നമ്മുടെ പ്ലാനിങ്ങിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് അഗ്രഗേറ്റ് പ്ലാനിങ് ആണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നോക്കാം. നമുക്ക് ഫസ്റ്റ് വൺ തന്നെ ബോത്ത് ഔട്ട്സൈഡ് ആൻഡ് സെയിൽസ് ഷുഡ് ബി ബോത്ത് ഔട്ട്പുട്ട് ആൻഡ് സെയിൽസ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ എ ലോജിക്കൽ ഓവറോൾ യൂണിറ്റ് ഓഫ് മെഷറിംഗ്. അതിനൊരു എക്സാമ്പിളും പറയുന്നുണ്ട്. ആൻ ഓട്ടോമൊബൈൽ മാനുഫാക്ചറിങ് കമ്പനി സേസ് 1000 vehicle per year without giving the number of each variety of vehicle. Similarly, a paint industry can say 10,000 liters of paint and does not mention the quantity of each variety of colors. അതിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറയുമ്പം അഗ്രഗേറ്റ് പ്ലാനിങ്ങിൽ നമ്മൾ എന്താണ് പറയുന്നത്? ഇപ്പം ഞാൻ ഒരു പെയിൻറ്റ് കമ്പനി നടത്തുകയാണ്. അപ്പം ഞാൻ എന്താ പറയുക, ഞാനൊരു വർഷം 1000 ലിറ്റർ പെയിൻറ്റ് വിൽക്കുന്നുണ്ട്. അതാണ് എൻ്റെ അഗ്രഗേറ്റ് കണക്ക്. പക്ഷേ അതിലെന്താണ്, അതിൽ ചിലപ്പോൾ ഓറഞ്ച് കളർ ഉണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, വൈറ്റ് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, ഗ്രീൻ ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും, അങ്ങനെ എത്ര കളറിൻ്റെയാണ് വരുന്നത്. പക്ഷേ ഞാൻ 1000 ലിറ്റർ വിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അഗ്രഗേറ്റ് കണക്ക് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അക്സെപ്റ്റബിൾ ഫോർകാസ്റ്റ് ഫോർ സം റീസണബിൾ പ്ലാനിങ് പീരീഡ്സ് 1 year എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർകാസ്റ്റിംഗ് ആണ് നമ്മൾ ആദ്യമേ പറഞ്ഞ സംഭവം. ഈ പ്ലാനിങ്ങിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫോർകാസ്റ്റിംഗ് ഏതാണ്? അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഫോർകാസ്റ്റിംഗ് മെത്തേഡ് ആയിരിക്കണം.
മാക്സിമം 1 ഇയറിലേക്കുള്ളതായിരിക്കണം ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാകുമ്പം പിന്നീട് 1 ഇയറിന് ശേഷമൊക്കെ എന്ന് പറഞ്ഞാൽ 1 ഇയർ ഒരു ലോങ് പീരീഡ് അല്ല, അതിനുശേഷം പെട്ടെന്ന് വല്ല ചേഞ്ചസ് വരാം, വല്ല വേറെ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്ലാൻ മൊത്തം ഡ്രോപ്പ് ചെയ്യേണ്ടി വരത്തില്ലേ. സോ ഒരു 1 ഇയറിലേക്കൊക്കെ റീസണബിൾ പീരീഡിലേക്കുള്ള ഒരു ഫോർകാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ദെൻ തേർഡ് വൺ ഈസ് എ മെത്തേഡ് ഓഫ് identification and fixing the relevant cost associated with the plan, availability of alternatives for meeting the objectives of the organization. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള കോസ്റ്റ് എല്ലാം ഡിറ്റർമൈൻ ചെയ്തിട്ട് അതിനെ എങ്ങനെ കുറയ്ക്കാം, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും ഒരു ആൾട്ടർനേറ്റീവ്സ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഫോർത്ത് വൺ പറഞ്ഞിരിക്കുന്നത് ഫെസിലിറ്റീസ് ദാറ്റ് ആർ കൺസിഡേർഡ് ഫിക്സഡ് ടു ക്യാരി ഔട്ട് ദ ഒബ്ജക്റ്റീവ്. നമ്മുടെ ഒബ്ജക്റ്റീവ് തന്നെ നേടിയെടുക്കാൻ ഫിക്സഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഏതൊക്കെയാണോ അത് തന്നെ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അഗ്രഗേറ്റ് പ്ലാനിങ്. അതിൻ്റെയും കുറച്ച് ഇലിസ്ട്രേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ മാക്സിമം അതൊക്കെ ചെയ്ത് നോക്കുക. അതും കൂടെ ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഇതെന്ന് വെച്ചാൽ അത്ര പാടുള്ള ഇതൊന്നും അല്ല, നമുക്ക് മനസ്സിൽ ഓർത്ത് വെക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ദെൻ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റീരിയൽ റിക്വയർമെൻറ്റ്സ് പ്ലാനിങ് ആണ്. MRP refers to the basic calculation used to determine component requirement forms and item requirement. It also refers to a broader information system and uses the dependence relationship to plan and control manufacturing process. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്തൊരു ബേസിക് കാൽക്കുലേഷൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന കോമ്പോണൻസിൻ്റെ നമുക്കുണ്ടായ റിക്വയർമെൻറ്റ്സിൻ്റെ ഒരു ഫുൾ കാൽക്കുലേഷൻ, ബേസിക് കാൽക്കുലേഷനെയാണ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്ന് പറയുന്നത്, MRP എന്ന് പറയുന്നത്. MRP is a technique of working backward from the scheduled quantities and needs dates for end items specified in a master production schedule to determine the requirement for components need to meet the master production schedule. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്താണ്, ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഷെഡ്യൂളിൻ്റെ ബേസായിട്ട് പക്കാ ഷെഡ്യൂളിൻ്റെ ബേസായിട്ട് തന്നെ പോവുക എന്നുള്ളതാണ് MRPയുടെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. Then material requirement planning is a technique for determining the quantity and timing for the acquisition of dependent demand items needed to satisfy master production schedule requirements. അത് നമ്മൾ കാണാപ്പടം പഠിച്ചു വെക്കേണ്ട ഒരു സെൻറ്റൻസ് ആവട്ടോ, ആ ഒരൊറ്റ സെൻറ്റൻസ് എഴുതിയാൽ മതി, അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് 1 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ഒരു ഇതുമാണ്. MRP is one of the powerful tool that when applied properly helps the managers in achieving effective manufacturing control. Effective manufacturing control മാനേജേഴ്സിന് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള വൺ ഓഫ് ദ പവർഫുൾ ടൂളാണ് MRP, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്. അത് ഓർത്ത് വെക്കണം. MRP എന്നുള്ളത് മനസ്സിൽ നിൽക്കും, പക്ഷേ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്നുള്ളത് മനസ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് മറ്റേ മിക്കവാറും ഇതിന് 5 മാർക്കിനൊക്കെ ഇത് ഡിസ്ക്രൈബ് MRP എന്ന് വരും. അപ്പോൾ എന്താണെന്ന് അറിയില്ലാതെ നിൽക്കരുത്. നമ്മൾ ഈ മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ് എന്തെങ്കിലും എഴുതി വെക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കുറച്ചെങ്കിലും നമുക്ക് ഒരു ഇതാണ്, നമുക്ക് പിന്നെ നമ്മുടെ ഐഡിയയിൽ തന്നെ നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരും. ഫുൾ ഫോമൊക്കെ എല്ലാം പഠിച്ചു വെക്കുക. ദെൻ MRPയുടെ ഒബ്ജക്റ്റീവ്സ്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ് പറയുന്നത്. ഇൻവെൻട്രി റിഡക്ഷൻ, നമ്മൾ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസിൻ്റെ അകത്ത് റിഡക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. സെക്കൻഡ് വൺ, റിഡക്ഷൻ ഇൻ ദ മാനുഫാക്ചറിങ് ആൻഡ് ഡെലിവറി ലെഡ് ടൈം. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്ന ടൈം മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരം ഉണ്ടാകാവുന്ന ടൈം അല്ലെങ്കിൽ അതിലുണ്ടാകാവുന്ന എന്തെങ്കിലും ഡിലേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുണ്ടല്ലോ, അത് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ടൈം എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ദെൻ തേർഡ് വൺ ഈസ് realistic delivery commitments. By using MRP, production can give marketing timely information about likely delivery times to prospective customers. MRP യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഓൾറെഡി പ്ലാന് അല്ലെങ്കിൽ ഒരു ഷെഡ്യൂൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് പറ്റുന്നത്, ഏത് സമയത്ത് ഈ പ്രോഡക്റ്റ് ഡെലിവറി ആകുമെന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു കണക്ക് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. ദെൻ ഫോർത്ത് വൺ ഈസ് ഇൻക്രീസ്ഡ് എഫിഷ്യൻസി. നമ്മുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ വർക്ക് സെൻറ്റേഴ്സിൻ്റെ എഫിഷ്യൻസി കൂട്ടാനായിട്ട് MRP സഹായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് MRPയുടെ ഫങ്ഷൻസ് ആണ്. ഒരു 3 ഫങ്ഷൻസ് ആണ് MRPക്കുള്ളത്. ഓർഡർ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ്ങിനെയും ഒരു ഓർഡറിൽ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ പ്രയോറിറ്റി പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ
ഹൗ ദ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് അവൈലബിലിറ്റി ഈസ് കമ്പയർഡ് ടു ദ നീഡ് ഡേറ്റ് ഫോർ ഈച്ച് കമ്പോണൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രയോറിറ്റി അനുസരിച്ചിട്ടുള്ള പ്ലാൻസ് ആൻഡ് പ്ലാനിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ദെൻ തേർഡ് വൺ, പ്രൊവിഷൻസ് ഓഫ് എ ബേസിസ് ഫോർ പ്ലാനിങ് കപ്പാസിറ്റി റിക്വയർമെൻറ്റ്സ് ആൻഡ് ഡെവലപ്പിംഗ് എ ബോർഡ് ബിസിനസ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ബ്രോഡായിട്ടുള്ള ബിസിനസ് പ്ലാൻ എന്ന് വെച്ചാൽ ഫുൾ ഏരിയ കവർ ചെയ്യുന്ന ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്നു. ദെൻ നെക്സ്റ്റ് പറയുന്നത് അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസ് ഓഫ് MRP ആണ്. അഡ്വാൻറ്റേജസിൽ പറയുന്നത് ഇൻവെൻട്രി മാക്സിമൈസ് ചെയ്തിട്ട് നമുക്ക് ഇൻവെൻട്രി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നു. ഐഡിയൽ ടൈമിൽ റിഡ്യൂസ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ടൈം എഫക്റ്റീവായിട്ട് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റുന്നു. റെഡ്യൂസ്ഡ് സെറ്റപ്പ് ടൈം. ദെൻ ഫോർത്ത് വൺ ഈസ് എബിലിറ്റി ടു ചേഞ്ച് ദ മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു മാസ്റ്റർ പ്രൊഡക്ഷൻ ഷെഡ്യൂളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു. എബിലിറ്റി ടു പ്രൈസ് മോർ കോമ്പറ്റീറ്റീവ്ലി, പ്രൈസൊക്കെ നമുക്ക് നല്ല കോമ്പറ്റീറ്റീവായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. ബെറ്റർ കസ്റ്റമർ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. മാർക്കറ്റ് ഡിമാൻഡ് അനുസരിച്ചുള്ള പ്രൊഡക്ട്സ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ സാധിക്കുന്നു. അതുപോലെ സെയിൽസ് പ്രൈസ് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നു. ഇൻ അഡീഷൻ ദ MRP സിസ്റ്റം എനേബിൾസ് ദ ഫോളോയിങ്. അത് അഡീഷണൽ ആയിട്ട് കുറച്ച് അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കൂടി വരുന്നുണ്ട്. എന്താണ്? കപ്പാസിറ്റി പ്ലാനിങ്ങിനെ സഹായിക്കുന്നുണ്ട് MRP. അതുപോലെ തന്നെ help managers to use the planned schedule before actual release order എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത ഒരു ഷെഡ്യൂൾ വെച്ചിട്ട് കൃത്യമായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി മാനേജേഴ്സിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഡിലേയോ ഓർഡേഴ്സ് ക്യാൻസൽ ആവുന്നതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ ക്വാണ്ടിറ്റീസിലുണ്ടാകുന്ന ചേഞ്ചസ് മാനേജ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അതുപോലെ എന്താ പറയുക, അഡ്വാൻസ് ഓർ ഡിലേ ഓർഡർ ഡ്യൂ ഡേറ്റ്സ്, എന്താ പറയുക, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അത് മുൻപേ തന്നെ അറേഞ്ച് ചെയ്യാനായിട്ട് ഡ്യൂ ഡേറ്റ് മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുപോലെ ഡിസഡ്വാൻറ്റേജസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോപ്പ് മാനേജ്മെൻറ്റിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ഇതിൽ കുറവായിരിക്കും, MRPയിൽ കുറവായിരിക്കും. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MRP വാസ് പ്രസൻറ്റഡ് ആൻഡ് പെർസീവ്ഡ് ആസ് എ കോമ്പീറ്റൻറ്റ് ആൻഡ് സ്റ്റാൻഡ് അലോൺ സിസ്റ്റം ടു റൺ എ ഫേം റാദർ ദാൻ ആസ് പാർട്ട് ഓഫ് ദ ടോട്ടൽ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ MRP ഭയങ്കര കംപ്ലീറ്റ് ആയിട്ടുള്ള ഫുൾ ഏരിയ കവർ ചെയ്യുന്ന ഒരു ഇതായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരുന്നത്. പക്ഷേ എന്താണ്, ഇത് പ്ലാനാണ്. ഇത് ഒറിജിനലി നടന്ന കാര്യമല്ല, നമ്മുടെ പ്ലാനാണ്. പ്ലാൻസിൽ വ്യത്യാസം വന്നേക്കാം, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ ഈസ് ദ ഇഷ്യൂ ഓഫ് ഹൗ MRP ക്യാൻ ബി മെയ്ഡ് ടു ഫങ്ഷൻ വിത്ത് ജസ്റ്റ് ഇൻ ടൈം പ്രൊഡക്ഷൻ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ MRP ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് കറക്റ്റ് ടൈമിൽ അത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അല്ലേ? ചിലപ്പോൾ അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും കോസസ് കാരണം മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അത്രയാണ് MRPക്കകത്ത് അത്രയാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് ആണ് നമുക്ക് അടുത്തത് വരുന്നത്. That is MRP2. Manufacturing resource planning is MRP2 has been developed to facilitate manufacturing managers addresses the planning and controlling of a manufacturing process and all of its related functions. Manufacturing resource planning കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? മാനുഫാക്ചറിങ് മാനേജേഴ്സിനെ അവർക്ക് കൃത്യമായിട്ട് പ്ലാൻസും കൺട്രോളിങ്ങും മാനുഫാക്ചറിങ് പ്രോസസ്സിനെ കൺട്രോൾ ചെയ്യാനും കൃത്യമായിട്ട് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതിനാണ് മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാനിങ് അല്ലെങ്കിൽ MRP2 ഉപയോഗിക്കുന്നത്. അതുപോലെ MRP2 ഈസ് എ മാനേജ്മെൻറ്റ് പ്രോസസ് ഫോർ ടേക്കിംഗ് ദ ബിസിനസ് പ്ലാൻ ആൻഡ് ബ്രേക്കിംഗ് ഇറ്റ് ഡൗൺ ഇൻ ടു സ്പെസിഫിക് ഡീറ്റെയിൽഡ് ടാസ്ക് ദാറ്റ് പീപ്പിൾ ഇവാലുവേറ്റ് എഗ്രി അപ്പോൺ ആൻഡ് ആർ ഹെൽഡ് അക്കൗണ്ടബിൾ ഫോർ. MRP2 വെച്ചിട്ട് എന്താണ്? കൃത്യമായിട്ടുള്ള ബിസിനസ് പ്ലാനിന് ആവശ്യമായിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാനും സ്പെസിഫിക് ആയിട്ട് പെർഫോം ചെയ്യാനും MRP2 സഹായിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ MRP1 to MRP2 എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഫ്രം MRP1 to MRP2 മാനുഫാക്ചറിങ് റിസോഴ്സ് പ്ലാൻ 2 ഈസ് എ നാച്ചുറൽ ഔട്ട്ഗ്രോത്ത് ഓഫ് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ് പ്ലാനിങ്. Whereas MRP1 focuses upon priority of materials, CRP is concerned with the time. MRP is concerned with the time. MRP2 ചെയ്തിട്ടുണ്ടെങ്കിൽ MRP1 ഫോക്കസ് ചെയ്യുന്നത് മെറ്റീരിയൽസിലും അതേ സ്ഥാനത്ത്
MRP2 നാച്ചുറൽ ഗ്രോത്ത് ഓഫ് ഔട്ട് ഗ്രോത്ത് ഓഫ് ആണ് വരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈമിനെ ബേസ് ചെയ്തിട്ടാണ് MRP2 പോകുന്നത്. അതേ സ്ഥാനത്ത് MRP1 മെറ്റീരിയൽസിനെ ബേസ് ചെയ്തിട്ടാണ് പോകുന്നത്. നെക്സ്റ്റ് പറയുന്നത് എവല്യൂഷൻ ഓഫ് MRP1 ആണ് പറയുന്നത്. സത്യത്തിൽ അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമല്ല. MRP2വിൻ്റെ എവല്യൂഷൻ ബാക്കിയെല്ലാം പഠിച്ചു വെച്ചിരിക്കുക, എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക, ബാക്കി നമുക്ക് തന്നെ എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് പറയുന്നത് ERP ആണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. നമ്മളൊരു എന്താ പറയുക, ഡിഗ്രി പഠിച്ചതാണെങ്കിൽ അവിടെ തന്നെ ഒരു 2-3 സബ്ജക്റ്റിനകത്ത് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ എല്ലാത്തിൻ്റെ അകത്തും CMAക്കകത്തും ഒക്കെ നമ്മൾ ഒത്തിരി കേട്ട ഒരു സാധനമാണ് വാട്ട് ഈസ് ERP എന്നുള്ളത്. ERP ആദ്യമേ കുറേ സംഭവങ്ങൾ എഴുതുന്നുണ്ടോ, കുറേ സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഈ പാരഗ്രാഫ് ഒന്നും നിങ്ങൾ നോക്കണ്ട, വാട്ട് ഈസ് ERP എന്നുള്ളത് മാത്രം പഠിച്ചു വെക്കുക. is a business process management software package developed for optimum use of resources of an enterprise in a planned manner. ബിസിനസ്സിൻ്റെ റിസോഴ്സസ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ പാക്കേജാണ് ERP ഓർ എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിങ്. ഓക്കെ, അതുപോലെ ERP ഇൻ്റഗ്രേറ്റ്സ് ദ എൻ്റയർ എൻ്റർപ്രൈസ് സ്റ്റാർട്ടിങ് ഫ്രം ദ സപ്ലയർ ടു ദ കസ്റ്റമേഴ്സ് കവറിങ് ലോജിസ്റ്റിക്സ്, ഫിനാൻഷ്യൽ ആൻഡ് ഹ്യൂമൻ റിസോഴ്സസ്. ERP എന്താണ് ചെയ്യുന്നത്? സപ്ലയർ തൊട്ട് കസ്റ്റമർ വരെയുള്ള എല്ലാ കാര്യങ്ങളും, സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് ERP ആയിരിക്കും. ദിസ് വിൽ എനേബിൾ ദ എൻ്റർപ്രൈസ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി ബൈ റെഡ്യൂസിങ് കോസ്റ്റ്. ഇതുവഴി എന്താണ് സാധിക്കുമാകുന്നത്? പ്രൊഡക്ടിവിറ്റി കൂട്ടാനും കോസ്റ്റ് കുറയ്ക്കാനും എൻ്റർപ്രൈസിനെ ERP സഹായിക്കുന്നുണ്ട്. കോസ്റ്റ് സേവിങ് ആയിട്ടുള്ള ഒരു പാക്കേജാണ് ERP. അതുപോലെ തന്നെ വൺസ് ദ ERP ഈസ് ഇംപ്ലിമെൻറ്റഡ്, എ സിംഗിൾ സൊല്യൂഷൻ അഡ്രസ്സസ് ദ ഇൻഫർമേഷൻ നീഡഡ് ഫോർ ഓഫ് ദ വോൾ ഓർഗനൈസേഷൻ. അപ്പം ERP എന്താണെന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൻ്റെ എല്ലാ റിസോഴ്സസും ഒപ്റ്റിമമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു മാനേജ്മെൻറ്റ് പാക്കേജാണ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ പാക്കേജാണ് ERP. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. അതും നമ്മൾ ഒരുപാട് തവണ കേട്ടിട്ടുണ്ടാകും, എല്ലാവരും ഒരുപാട് തവണ കേട്ടിട്ടുള്ള സാധനമാണ് എക്കണോമിക് ബാച്ച് ക്വാണ്ടിറ്റി. EBQ. Production managers often have to decide what quantity of output must be produced in a batch. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് പ്രോഡക്റ്റ്സ് ആണ് ഒരു ബാച്ചിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് പ്രൊഡക്ഷൻ മാനേജേഴ്സ് എപ്പോഴും ഡിസൈഡ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോഡ് സൈസിലാണോ അല്ലെങ്കിൽ ബാച്ച് സൈസിലാണോ എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യണം. പ്രൊഡക്ഷൻ മാനേജർ ഡിസൈഡ് ചെയ്യണം. ദ പ്രൊഡക്ട്സ് ആർ മാനുഫാക്ചർഡ് ഇൻ ലോഡ് സൈസ് അഗൈൻസ്റ്റ് ദ anticipated demand for the product. Often the quantity produced may exceed the quantity which can be sold. എന്താണ്, നമ്മളൊരു ലോഡ് സൈസിൽ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? ആവശ്യമുള്ളതിൽ കൂടുതൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്ത് വെച്ചിട്ട് ഇത് വിൽക്കാതെ അവിടെ ഇരുന്ന് പോകും എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദ ഒപ്റ്റിമം ലോഡ് സൈസ് വിച്ച് ഈസ് നോൺ ആസ് എക്കണോമിക് ലോഡ് സൈസ് ഓർ എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി EOQ or economic batch quantity or economic manufacturing quantity is that quantity of output produced in one batch which is most economical to produce. എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് അങ്ങ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് പകരം ഒരു ബാച്ചായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യും. ചിലപ്പോൾ ഇന്ന് നമുക്ക് 1000 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാകും, പക്ഷേ നമ്മൾ ഇന്നത് 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്തിട്ട് നാളെ അത് നമ്മൾ ഇതിലേക്ക് ഇറക്കുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാർക്കറ്റിലേക്ക് വിടുന്നു, എന്നിട്ട് നാളെ 100 എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം നാളെ ഇത് വിറ്റ് പോകുന്നുണ്ടോ, ആദ്യത്തെ ഇന്ന് പ്രൊഡ്യൂസ് ചെയ്ത 100 എണ്ണം നാളെ വിറ്റ് പോയോ അല്ലെങ്കിൽ എത്ര വിറ്റ് പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അതനുസരിച്ച് പ്രൊഡക്ഷൻ കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതാണ് EBQ എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്നത് ഡിറ്റർമിനേഷൻ ഓഫ് എക്കണോമിക് ലോഡ് സൈസ് ഫോർ മാനുഫാക്ചറിങ്. ദ ഫാക്ടേഴ്സ് ടു ബി കൺസിഡർഡ് ഇൻ അറൈവിങ് ടു ദ എക്കണോമിക് ലോഡ് സൈസ്. എക്കണോമിക് ലോഡ് സൈസ് പ്രിഫർ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഫാക്ടേഴ്സ് 3 എണ്ണമാണ്. യൂസേജ് റേറ്റ്, അതായത് കസ്റ്റമേഴ്സ് എന്തോരം നമ്മുടെ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുള്ളത് കൺസിഡർ ചെയ്യണം. മാനുഫാക്ചറിങ് കോസ്റ്റ്, നമുക്ക് എത്ര കോസ്റ്റ് വരുന്നുണ്ടെന്നുള്ളത് കൺസിഡർ ചെയ്യണം. കോസ്റ്റ് ഓഫ് ഡിറ്റോറിയേഷൻ ഓർ ഒബ്സലൻസ്, അതായത് വിറ്റ് പോയില്ല, ലോസ് ഉണ്ടായി എന്നുണ്ട് എങ്കിൽ അതിൻ്റെ കോസ്റ്റ് എത്ര വരും എന്നുള്ളതും നമ്മൾ നേരത്തെ തന്നെ കൺസിഡർ ചെയ്യണമെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് പറയുന്ന, നിങ്ങൾ ഈ ഇക്വേഷനൊക്കെ നോക്കി വെക്കുക കേട്ടോ. ഈ ഇക്വേഷൻ EMQവിൻ്റെയും EBQവിൻ്റെയും EOQവിൻ്റെയും ഒക്കെ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതെല്ലാം നോക്കി വെക്കുക, അതൊക്കെ കൃത്യമായിട്ട് പഠിച്ച് വെക്കുക. ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് അതിൻ്റെ മിക്കവാറുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി
പറ്റാറുണ്ട്. അപ്പോൾ ഇത്രയാണ് അതിൽ പറയുന്നത്. ഇനി കുറച്ച് ഇല്ലുസ്ട്രേഷൻസ് ആണ് വന്നിരിക്കുന്നത്. ഇല്ലുസ്ട്രേഷൻസ് ഇതിൻ്റെ അകത്ത് ഒത്തിരി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക, നിങ്ങൾക്ക് മനസ്സിലാകുന്ന പോലെ ചെയ്ത് നോക്കുക. എന്നാൽ ഇപ്പം ഞാൻ ഈ ക്ലാസ്സസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 2021 എക്സാമിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആ എക്സാമിന് വേണ്ടിയാണ്. ആ എക്സാംസിലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ പ്രിപ്പയർ ചെയ്ത ആൾക്കാരാണ് എങ്കിൽ കണക്കുകൾ നോക്കുന്നതിന് പകരം പ്രോബ്ലംസ് നോക്കുന്നതിന് പകരം നിങ്ങൾ മാക്സിമം തിയറി തന്നെ എംഫസൈസ് ചെയ്യുക. കാരണം ഒരു പ്രോബ്ലം നമ്മൾ പഠിച്ചെടുക്കാൻ ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. ആ 1 മണിക്കൂർ കൊണ്ട് ഒരു ചാപ്റ്ററിലെ ഫുള്ള് തിയറി നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. നമുക്ക് ചിലവാകുന്ന ടൈം വേസ്റ്റേജ് ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എന്താണെങ്കിലും നമുക്ക് കുറേ തിയറി ഉണ്ടാവുമല്ലോ ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റുന്നത്. തിയറി ഫുള്ള് പഠിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പറ്റുന്ന കണക്കുകളെല്ലാം എന്നുവെച്ചാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്തിട്ട് അതിൻ്റെ അത് വരുന്ന മെയിനായിട്ട് വരുന്ന കണക്കുകളെല്ലാം നോക്കി അതും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പം തിയറി വെച്ചിട്ട് മേടിക്കാവുന്ന മാക്സിമം മാർക്കും പിന്നെ നിങ്ങൾ പാസ്സാവില്ല എന്നുള്ളതുണ്ട് എങ്കിൽ കുറച്ചൊക്കെ കണക്കുകൾ ചെയ്തിട്ടും കൂടെ മാർക്ക് നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. സോ താങ്ക് യു ഗൈസ്. സെക്കൻഡ് സ്റ്റഡി നോട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഓപ്പറേഷൻ മാനേജ്മെൻറ്റിൻ്റെ സെക്കൻഡ് സ്റ്റഡി നോട്ട് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റഡി നോട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കീപ് ഗോയിങ് ഗൈസ്. ബെസ്റ്റ് ഓഫ് ലക്ക്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ശക്തമായി തന്നെ പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ ഫോക്കസ് വിട്ട് കളയാതിരിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുകയാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ലൈക്കും കമൻറ്റൊന്നും ഞാൻ ചോദിക്കുന്നില്ല, പക്ഷേ ഞാൻ എൻ്റെ ഇൻസ്റ്റാ ID ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് എങ്കിൽ, ഞാൻ എടുത്തേക്കുന്ന ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, അല്ല മറ്റ് സെക്കൻഡ് ഗ്രൂപ്പിൽ ഏത് പേപ്പറിന് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ മാക്സിമം ഇപ്പം ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാ IDയിൽ ഒന്ന് ഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യണമെന്നില്ല കേട്ടോ, നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, ഫോളോയുടെ ആവശ്യമില്ല. മെസ്സേജ് അയയ്ക്കുക. ഞാൻ മാക്സിമം എല്ലാവർക്കും റിപ്ലൈ തരാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ ഗായ്സ്, ഗുഡ് ലക്ക് ആൻഡ് താങ്ക് യു. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസ് വരുമ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി സാധിക്കും. താങ്ക് യു ഗായ്സ്.